എന്തുകൊണ്ടാണ് കുട്ടികൾ പരീക്ഷയ്ക്ക് പരാജയപ്പെടുന്നത് എന്ന് പറയുമ്പോൾ അതിൽ മേജർ റീസണുകളിൽ ഒന്ന് എന്താണെന്ന് ചോദിച്ചാൽ ഈ പരീക്ഷയ്ക്ക് ഞാൻ തോൽക്കോ എന്നുള്ള പേടി കൊണ്ട് തോൽക്കുന്ന ആളുകളാണ്. നമ്മൾ ഫോബോഫോബിയ എന്ന് പറയാറുണ്ട്. ഫോബിയ നോർമലി പേടിയാണെങ്കിൽ ഫോബോഫോബിയ എന്ന് പറഞ്ഞാൽ പേടിക്കോ എന്ന് പേടി. ഞാൻ പുറത്തിറങ്ങി നോക്കിയാൽ എനിക്ക് കള്ളൻ കണ്ട ആ കള്ളനെ കണ്ടിട്ട് ഞാൻ പേടിക്കോ എന്ന് പേടിച്ചിട്ട് പുറത്തിറങ്ങാതിരിക്കാന്ന് പറയും. അതേപോലെ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് സ്ട്രെസ് വരുന്നത് ഞാൻ പരീക്ഷയിൽ തോൽക്കോ എന്ന് പേടിച്ചിട്ടാണ്. എന്തിനാണ് കുട്ടികൾ തോൽക്കുമോ എന്ന് പേടിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ സൊസൈറ്റി അങ്ങനെ മോശമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു പരീക്ഷയിൽ തോൽക്കുക എന്നുള്ളത് സംതിങ് ബാഡ്, വിജയിക്കുക എന്നുള്ളതാണ് അവരുടെ ഐഡിയൽ മോഡൽ എന്നുള്ള ആസ്പെക്റ്റിലേക്കാണ് വരുന്നത്. നമുക്ക് ഇപ്പോൾ മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോമുകൾ അവൈലബിൾ ആണ്. ലൈക്ക് മൊബൈൽ ആപ്പായിട്ട് നമുക്ക് ആൻഡ്രോയിഡിലുണ്ട്, അതുപോലെ iOS അവൈലബിൾ ആണ്, അതുപോലെ തന്നെ നമുക്ക് ഒരു വെബ് വേർഷനും അവൈലബിൾ ആണ്. നമുക്കിപ്പോൾ മൊബൈലിൽ നോക്കി പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ ലാപ്ടോപ്പിൽ അവർക്ക് നമുക്ക് ഈ LMS ഉപയോഗിച്ചിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. റിഫ്ലക്ഷൻ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് തന്നെയുണ്ട്. അതൊരു പ്രോഗ്രാമായിട്ട് തന്നെ നമ്മളത് കൃത്യമായിട്ട് നടത്തും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോറ്റവരെയാണ് നമ്മൾ ആദ്യം പരിഗണിക്കുന്നത്. അത് തോൽവി എന്നുള്ളത് ഒരു ലേണിംഗ് ആസ്പെക്റ്റിലേക്ക്, അതിനെ ഗ്ലോറിഫൈ ചെയ്യുക എന്നുള്ളതല്ല, അതിനപ്പുറത്തേക്ക് അതിൽ നിന്നുള്ള ലേണിങ്ങും റിഫ്ലക്ഷൻസും എടുത്തിട്ട് മുന്നോട്ട് പോവുക. അവിടെയാണ് നമ്മൾ റിസീറ്റ് പോളിസിയും വരുന്നത്. അഥവാ കൃത്യമായിട്ടുള്ള റിസോഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ എഫോർട്ടിനെ മാനിച്ചുകൊണ്ട് അതിനെ കണ്ടിന്യൂസ് ആയിട്ട് ഫ്രീ ആയിട്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാം, തുടർന്ന് പോകാം എന്നുള്ളതാണ്. അല്ല, ഇത് കേൾക്കുമ്പോൾ തന്നെ എനിക്കും കൂടെ ഒരു നെറ്റിന് വേണ്ടി ഒന്ന് പ്രിപ്പയർ ആയെന്നൊരു ചെറിയൊരു ഒരു ത്വര തോന്നും. ഇത് കൊള്ളാലോ, കാരണം 24/7 നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മെന്റലി എല്ലാത്തിനും നമുക്ക് എന്ത് ഡൗട്ട്സ് വേണോ ക്ലിയർ ചെയ്യാനായിട്ട് ഒരു ടീച്ചർ പോലെ, ഒരു മെന്റർ പോലെ നമ്മുടെ കൂടെ ഒരു AI. ഹായ്, മീരയാണ്. ഇന്ന് കേരളത്തിൽ കുട്ടികളും അതുപോലെ ടീച്ചേഴ്സും ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിരിക്കുന്ന ഒരു ലേണിംഗ് പ്രോസസ്സ്. കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ നെറ്റ് UGC അങ്ങനെ തുടങ്ങി ഹയർ എഡ്യൂക്കേഷൻ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ഏറ്റവും വലിയ വിജയം നേടി മുന്നേറിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ നമ്പർ 1 ഐഫർ എഡ്യൂക്കേഷൻ. കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ നമുക്കറിയാം പ്രീമിയർ ഒരു ഓൺലൈൻ ഒരു കോച്ചിങ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഇപ്പോൾ ഐഫർ തന്നെയാണ്. ഐഫറിൻ്റെ CEO ആയ അനീസ് പൂവത്തി, ഒപ്പം തന്നെ അതിൻ്റെ ടെക്നിക്കൽ ടീമിനെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സൈനു, കൂടാതെ തന്നെ നമ്മുടെ കുട്ടികളുടെ വെൽനെസ്, അവരുടെ ഒരു ഹാപ്പിനെസ് ഇൻഡെക്സിനൊക്കെ തന്നെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ നമ്മൾ JP എന്ന സ്നേഹത്തോടെ വിളിക്കുന്ന JP എല്ലാവർക്കും വലിയൊരു ഇതുണ്ട്. ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല. എന്നാൽ പോലും ഐഫറിനെ പറ്റി പറയുമ്പോൾ ഭയങ്കര പ്രൗഡാവുന്നൊരു മൊമെൻ്റാണ് സർ. കാരണം അത്രയും വിജയമാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു 3 വർഷം കൊണ്ട് ഐഫർ അറ്റൈൻ ചെയ്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ നമ്പർ 1 നെറ്റ് സക്സസ് ആണ് ഇപ്പോൾ ഐഫറിനുള്ളത്. എങ്ങനെയാണ് സർ ഈ ഒരു വിജയം ഇങ്ങനെ തന്നെ കൺസിസ്റ്റൻ്റ്ലി ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതായത് നമ്മൾ കഴിഞ്ഞ 3 വർഷം കൊണ്ട് പറഞ്ഞത് 1500-ലധികം സക്സസ് സ്റ്റോറീസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ആ സക്സസ് സ്റ്റോറീസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു നാഷണൽ ലെവൽ ആവറേജിൽ 6% ആളുകൾ മാത്രം ക്വാളിഫൈ ചെയ്യുന്ന എക്സാമിൽ അതിൽ തന്നെ ആസ് ഓഫ് കേരളം മാത്രം ഫോക്കസ് ചെയ്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളതാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഒരു എക്സാം പ്രിപ്പറേഷനിൽ അക്കാഡമിക് കോണ്ടന്റിനെ പോലെ അല്ലെങ്കിൽ അതിനേക്കാളേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആ ഒരു ലേണിംഗ് ഇക്കോ സിസ്റ്റം അല്ലെങ്കിൽ ലേണിംഗ് സിസ്റ്റം എന്നുള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള ലേണിംഗ് സിസ്റ്റം ഡിവൈസ് ഔട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളതിനെ ഇമോർടെക് എംബഡഡ് ലേണിംഗ് സിസ്റ്റം എന്നാണ് വിളിക്കുന്നത്. അപ്പം ഈ ഒരു സിസ്റ്റത്തിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഓൺലൈൻ ലേണിംഗിന്റെ കാലത്ത് ഓൺലൈനിലൂടെ കിട്ടുന്ന ഒരുപാട് റിസോഴ്സുകളുണ്ട്, ഒരുപാട് സപ്പോർട്ടുകളുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ മിസ് ചെയ്യുന്ന ഒരു ഹ്യൂമൻ എലമെന്റ് ഉണ്ട്. അതായത് ഒരു ഇമോഷണൽ സപ്പോർട്ട്, സൈക്കോളജിക്കൽ സപ്പോർട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഒരു ബാലൻസ്ഡ് ബ്ലെൻഡ് ഓഫ് ടെക്നോളജി ആൻഡ് ഇമോഷണൽ ആസ്പെക്ട് ആണ് നമ്മൾ ഇമോട്ടെക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊരു ഇവോൾവിംഗ് മോഡലാണ്. ഒരുപാട് ഇന്നോവേറ്റീവ് ആയിട്ട് നമ്മൾ അതിൽ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ തന്നെ എങ്ങനെയാണ് ഈ ഇമോഷണൽ എലമെന്റുകൾ, ടെക്നോളജിക്കൽ എലമെന്റുകൾ വർക്ക്ഔട്ട് ചെയ്യുന്നത് ബേസിക് ആസ്പെക്ട് ഐ തിങ്ക് നമ്മുടെ ജസീദ്കയും സേനുവിനും അത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. സോ എങ്ങനെയാണ് ഒരു സ്റ്റുഡൻറ്റ് ആക്ച്വലി ഒരു എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു എക്സാം ഇപ്പം നെറ്റ് എക്സാം ആണെങ്കിലും ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണെന്നുണ്ടെങ്കിലും അവരുടെ ലൈഫിൽ ഒരു പ്രധാനപ്പെട്ട ഒരു അച്ചീവ്മെൻറ്റാണ്. പക്ഷെ ഒരു എക്സാം, നമ്മുടെ നാട്ടിലൊരു കോമ്പറ്റേറ്റീവ് എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുട്ടി ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യുന്നത് അതിൽ നിന്നുള്ള സ്ട്രെസ്സിൽ നിന്ന് പുറത്തു വന്ന ആശ്വാസമാണ്. അതിനപ്പുറത്തേക്ക് ശരിക്കും നമ്മുടെ കരിയറിലൊരു മൈൽ സ്റ്റോൺ ആണ്, ഒരു അച്ചീവ്മെൻ്റ് ആണ്. ആ സന്തോഷം പോലും എക്സ്പീരിയൻസ് ചെയ്യാത്തൊരവസ്ഥയിലാണ്. അത് നമുക്ക് സിസ്റ്റത്തിന് മാത്രമല്ല, അതിൽ ആ സ്റ്റുഡൻറ്റിൻ്റെ സബ്ജക്റ്റീവായിട്ടുള്ള എക്സ്പീരിയൻസസും ഉണ്ട്. അത് രണ്ടും അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഈ ഒരു സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചലഞ്ചും അതേപോലെ തന്നെ നമ്മളെ വ്യത്യസ്തമാക്കുന്നതും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേഴ്സണലൈസ്ഡ് എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ളതും പേഴ്സണലി കൃത്യമായിട്ട് അവർ അസസ് ചെയ്തിട്ട് അതിനുള്ളൊരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതുമാണ്. അപ്പോൾ അതിൽ കൃത്യമായിട്ടുള്ള ടെക്നോളജിക്കൽ സപ്പോർട്ട് യൂസ് ചെയ്തുകൊണ്ട് അതൊരു ഹൈബ്രിഡ് സിസ്റ്റത്തിലേക്ക് പോകും. അത് നമുക്ക് അവിടെ ഒരു ഹ്യൂമൻ ടച്ചിൻ്റെ ആവശ്യമുണ്ട്,
ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് കൃത്യമായിട്ട് യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു ആവശ്യകതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം ഒരു സ്റ്റുഡൻറ്റിനെ കൃത്യമായിട്ട് അസസ് ചെയ്യും. ഓരോരുത്തരും യുണീക്കാണല്ലോ. അപ്പോൾ അവരുടെ ലേണിംഗ് എൻവയോൺമെൻറ്റിലാണെങ്കിൽ പോലും അവരുടെ പ്രശ്നങ്ങളും യുണീക്കാണ്. അതിലേക്ക് അവരുടെ സ്ട്രെസ് ലെവലാണെങ്കിലും ശരി, മറ്റുള്ള ചില ആളുകൾ ഭയങ്കര ആങ്ഷ്യസ് ആയിരിക്കും, എക്സാം ആങ്സൈറ്റി ഉള്ളവരുണ്ടാവും, മറ്റുള്ള ഇഷ്യൂസ് കാര്യങ്ങൾ അതിലേക്ക്. അപ്പം പല ലെയറിലുള്ള സ്റ്റുഡൻസ് വരുന്നുണ്ടാവും, മാരീഡ് ആയിട്ടുള്ള ആളുകൾ. ഓക്കെ, അപ്പോൾ ആ ലെവലിലേക്ക് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പം അവരെ യുണീക്കായിട്ടുള്ള അവരുടെ എക്സ്പീരിയൻസസിനെ അല്ലെങ്കിൽ അവരുടെ പ്രോബ്ലംസിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് തന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് നമുക്ക് കൃത്യമായിട്ടൊരു അസസ്മെൻറ്റ് സിസ്റ്റം ഉണ്ട്. ആ അസസ്മെൻറ്റ് സിസ്റ്റം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളവർ കൃത്യമായിട്ട് ലിസണേഴ്സ് എന്ന് പറയുന്നത് തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ്, അല്ലെങ്കിൽ ഹാപ്പിനെസ് ഓഫീസേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അവരെ സബ്ജക്റ്റീവായിട്ട് കേൾക്കുകയും എക്സ്പീരിയൻസ് ചെയ്യും, അവരുടെ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് റൂൾ ഔട്ട് ചെയ്യും. അതൊക്കെ കഴിഞ്ഞിട്ട് ഒരേ കോമൺ ഏരിയാസിൽ സ്ട്രഗിൾസ് അനുഭവിക്കുന്നവരുണ്ടാവും. അവരെ നമ്മൾ കൃത്യമായിട്ട് ഗ്രൂപ്പ് സപ്പോർട്ടായിട്ട്, പിയർ ഗ്രൂപ്പ് സപ്പോർട്ടായിട്ട് ആ ഒരു രീതിയിലും സപ്പോർട്ട് കൊടുക്കുന്നതാണ്. ഇപ്പോൾ മദേഴ്സ് അത് അവരുടെ ആ സ്ട്രഗിൾസിൻ്റെ ഇടയിൽ പഠിക്കുക എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഒരു വലിയൊരു ടാസ്ക്കാണ്. അപ്പോൾ അവർക്ക് പരസ്പരം കണക്ട് ചെയ്യാൻ പറ്റും, അവർക്ക് അവരുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യും, കേൾക്കാനുണ്ടാവുക എന്ന് പറയുന്നത് തന്നെ അവർക്കൊരു വലിയ ബേർഡൻ ഔട്ട് ആയിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ മദേഴ്സിനൊരു ഗ്രൂപ്പ് ഉണ്ടാവും, വർക്കിംഗ് ആയിട്ടുള്ള ആളുകൾക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടാവും, അതേപോലെ സ്റ്റുഡൻസിന് വേറെ തന്നെ പിയർ ഗ്രൂപ്പ്സും ഉണ്ടാവും. അപ്പം ആ ഒരു ഗ്രൂപ്പായിട്ടുള്ള ലെവലും പേഴ്സണലൈസ്ഡ് ആയിട്ടും സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ അതിലൊരു ആൻസർ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. കാരണം ഇപ്പം സാറ് പറഞ്ഞ പോലെ സ്റ്റുഡൻസ് ഏറ്റവും ഹാപ്പി ആയിട്ട് പോയി പരീക്ഷ എഴുതുമ്പോഴാണ് മാക്സിമം ഔട്ട്പുട്ട് അവരിൽ നിന്ന് കിട്ടുന്നത്. സ്ട്രെസ്ഡ് ആയിട്ട് നമ്മളിപ്പോൾ ഒരു എക്സാമിനേഷൻ ഹാളിൽ കയറിയിട്ട് ഒരു കാര്യമില്ല, നമ്മൾ പഠിച്ച കാര്യങ്ങൾ പാതി പോലും നമ്മൾ ഓർക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു സമയത്ത് സ്ട്രെസ് ഫ്രീ ആയിട്ട് നമ്മുടെ സ്ട്രെസ്സ് കൃത്യമായിട്ട് മാനേജ് ചെയ്ത് വളരെ വളരെ ഹാപ്പി ആയിട്ട് റിലീവ്ഡ് ആയിട്ട് പോയി എക്സാംസിനെ ഫേസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ നമ്മുടെ ഐഫറിൻ്റെ ഏറ്റവും വലിയൊരു മോട്ടോ എന്ന് പറയുന്നത് സാറേ, ചിരിച്ച് എഴുതി നേടിയ വിജയമാണ് ഇവിടെ ഓരോ കുട്ടിയും സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞപ്പോൾ ഇതിലെങ്ങനെയാണ് ടെക്നോളജിയുടെ ഒരു ബേസിലേക്ക് വരുമ്പോൾ ടെക്നോളജി എത്രത്തോളം ഇഫക്റ്റീവ് ആണ് ഈ ഒരു സ്പേസിൽ? കാരണം ഒരു ഹാപ്പി ലേണിംഗ് എക്കോ സിസ്റ്റമാണ് ഐഫർ ഇവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ടെക്നോളജിക്കുള്ള പങ്ക് എന്താണ്? ആക്ച്വലി ഈ ഇമോടെക് എംബഡഡ് ലേണിംഗ് സിസ്റ്റം എന്ന് പറയുന്ന സമയത്ത് അപ്പോൾ അതിൽ എന്താണെങ്കിലും ടെക്നോളജി നിർബന്ധമാണല്ലോ. കാരണം ഇമോഷൻ പ്ലസ് ടെക്നോളജിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ ആക്ച്വലി നമുക്ക് ഒരു ഇൻക്ലൂസിവിറ്റിയാണ് നമ്മുടെ മെയിൻ. അതായത് എല്ലാ ഏരിയയിലുള്ള ആളുകളെ ടച്ച് ചെയ്യുക എന്നുള്ള രീതിയിൽ. അപ്പോൾ നമുക്ക് ഇപ്പോൾ മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോമുകൾ അവൈലബിൾ ആണ്. ലൈക്ക് മൊബൈൽ ആപ്പായിട്ട് നമുക്ക് ആൻഡ്രോയിഡിലുണ്ട്, അതുപോലെ iOS അവൈലബിൾ ആണ്, അതുപോലെ തന്നെ നമുക്ക് ഒരു വെബ് വേർഷനും അവൈലബിൾ ആണ്. നമുക്കിപ്പോൾ മൊബൈലിൽ നോക്കി പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ ലാപ്ടോപ്പിൽ അവർക്ക് നമുക്ക് ഈ LMS ഉപയോഗിച്ചിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് ഈ കുട്ടികളുടെ ഒരു നോർമലി നമുക്കിപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കോവിഡൊക്കെ വന്ന സമയത്ത് നമുക്ക് ആ ഒരു സമയത്താണ് നമ്മൾ ആക്ച്വലി ഈ സൂമിനൊക്കെ പറ്റിയിട്ട് കൂടുതൽ അറിയുന്നത്. അപ്പോൾ ഈ കോവിഡ് ഹിറ്റ് ചെയ്ത സമയത്താണ് ആക്ച്വലി ഓൺലൈൻ എഡ്യൂക്കേഷനിലേക്ക് ഇത് മാറിക്കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ആക്ച്വലി എല്ലാവരും ചെയ്തേക്കുന്ന ഒരു പ്രോസസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡയറക്റ്റ്ലി സൂമിൽ ക്ലാസ് എടുത്ത് കൊടുക്കുക, എന്നിട്ട് അത് അങ്ങനെ ഒരു ഓൺലൈൻ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്നുള്ളതായിരുന്നു. പക്ഷേ അവിടെയാണ് ഐഫർ വന്ന് ഹിറ്റ് ചെയ്ത്. ലൈക്ക് ഐഫർ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് ഒരു ഓൺലൈൻ സൂമിലൂടെ ക്ലാസ് കൊടുക്കുകയല്ല ചെയ്യുന്നത്. സൂമിലൂടെ ക്ലാസ് കൊടുക്കുക മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്, നമുക്ക് ഒരു കൃത്യമായിട്ടുള്ളൊരു ട്രാക്കിംഗ് പാറ്റേൺ ഉണ്ട്. ലൈക്ക് എല്ലാ കുട്ടികളെയും കറക്റ്റായിട്ട് അസസ് ചെയ്യാനുള്ള നമുക്കൊരു മെത്തേഡുണ്ട്. ഇപ്പോൾ നമുക്കിപ്പോൾ വീഡിയോസ് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ മെറ്റീരിയൽസ് കൊടുക്കുന്നുണ്ട്, ലൈവ് ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്, ഇപ്പോൾ ടെസ്റ്റുകൾ കൊടുക്കുന്നുണ്ട്. ടെസ്റ്റാണ് നമ്മുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ലൈക്ക് നമുക്കിപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് ആവുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ വർക്കൗട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ സിമിലർ ടൈപ്പ് ഓഫ് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തതായിട്ട് വരും. അതുപോലെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് 7 ടൈപ്സ് ഓഫ് ടെസ്റ്റുകളുണ്ട്. മോക്ക് ടെസ്റ്റ് ഉണ്ട്, വിച്ച് ഈസ് ലൈക്ക് ജസ്റ്റ് ഒരു 50 നമ്പർ ഓഫ് സെറ്റ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് കൊടുക്കും. ആ ക്വസ്റ്റ്യൻസ് അവർ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് വേറൊരു പാറ്റേൺ എന്ന് പറയുന്നത് മെഗാ മോക്ക് ടെസ്റ്റ് എന്ന് പറയും. അതിന് കൃത്യമായിട്ടുള്ളൊരു ടൈം ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഇന്ന് എക്സാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ ഒരു പെർട്ടിക്കുലർ ടൈമിൽ എൻഡ് ആവും. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് ഒരു ഫിയർ ഫാക്ടർ, മേ ബി ഫിയർ ഫാക്ടർ അല്ല, അതൊരു അറ്റൻഡ് ചെയ്യാനുള്ളൊരു ത്വര വരും. കാരണം ഒരു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ടെസ്റ്റ് മിസ്സായി പോകും.
അപ്പോൾ അത് പഠിക്കണം. ഞാൻ പഠിക്കുന്ന സമയത്ത് ആ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ എനിക്ക് അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് എക്സാമിന് വരുന്ന സമയത്ത് അത് മിസ് ഔട്ടായി പോകുക എന്നുള്ളൊരു ഒരു ടെൻഷൻ വരും. അപ്പോൾ അത് നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേ ടെസ്റ്റിന് നമ്മൾ പിന്നെ മോക്ക് ടെസ്റ്റിൽ തന്നെ കൊടുക്കും. അപ്പോൾ 2 രീതിയിലുള്ള ആളുകൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ ടൈമില്ലാത്ത ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ ഈ മോക്ക് ടെസ്റ്റിൽ അറ്റൻഡ് ചെയ്യാം. ടൈമുണ്ട്, കറക്റ്റ് ടൈമിൽ അറ്റൻഡ് ചെയ്തിട്ട് പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അവർക്ക് മെഗാ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം. അതുപോലെ ഡെയിലി ടെസ്റ്റുകളുണ്ട്, ഒരു പെർട്ടിക്കുലർ ഡേയിൽ നമ്മൾ കൊടുക്കുന്ന ടെസ്റ്റുകളുണ്ട്. PYQs ഉണ്ട്, വിച്ച് ഈസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള പ്രാക്ടീസ് ടെസ്റ്റുകൾ കൊടുക്കുന്നുണ്ട്, ക്യൂസുകൾ കൊടുക്കുന്നുണ്ട്. സോ ലോട്ട്സ് ഓഫ് ടെസ്റ്റ് ടൈപ്സ് ആർ ദ. പിന്നെയുള്ള ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഇൻക്ലൂസിവിറ്റി. സോ നമുക്ക് ഒരു PWD മോഡ് എന്ന് പറഞ്ഞൊരു പെർട്ടിക്കുലർ മോഡ് തന്നെ നമുക്ക് അവൈലബിൾ ആണ്. ലൈക്ക് വിച്ച് ഈസ് നമുക്കിപ്പോൾ പേഴ്സൺ വിത്ത് ഡിറ്റർമിനേഷൻ എന്നാണ് നമ്മൾ വിളിക്കുക. ലൈക്ക് നമുക്കിപ്പോൾ കണ്ണിന് കുറച്ച് കാഴ്ചയ്ക്ക് കുറവുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഈ PWD മോഡ് എനാബിൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് ഈ ടോക്ക് ബാക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് ഒന്നും കൂടെ നല്ല രീതിയിൽ അവർക്ക് ഈ ക്ലാസ്സുകൾ കേൾക്കാൻ വേണ്ടിയിട്ട് പറ്റും. ലൈക്ക് അവർക്ക് ഈ ടോക്ക് ബാക്ക് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിങ്ങനെ റീഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അവർക്ക് കേട്ടുകൊണ്ട് ഇങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് എത്ര ഭംഗിയായിട്ടാണ് ടെക്നോളജി അതിലേക്കല്ലേ നിങ്ങൾ എല്ലാവരും ബ്ലെൻഡ് ചെയ്തിരിക്കുന്നത്. ഇൻഫാക്ട് കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മോഡൽ ഡിവൈസ് ചെയ്യുന്നത്. കാരണം ടെക്നോളജി വിത്ത് നമ്മുടെ ഒരു ഇമോഷണൽ ഇൻ്റലിജൻസുമായിട്ട് എത്രമാത്രം ബ്ലെൻഡ് ചെയ്യാം എന്നുള്ളതിൻ്റെ പെർഫെക്റ്റ് എക്സാമ്പിളാണ് ഐഫറിൽ നടക്കുന്നത്. പിന്നെ എന്നെ ഞെട്ടിച്ചൊരു കാര്യം എന്താ പറഞ്ഞാൽ, ഒരു നെറ്റ് തന്നെ എഴുതിയെടുക്കാനായിട്ട് ഇന്ന് നമ്മുടെ കുട്ടികൾ ഇവിടെ കഷ്ടപ്പെടുമ്പോൾ 8 നെറ്റുകൾ വളരെ ഈസി ആയിട്ട് എഴുതിയെടുത്ത ഒരാളാണ് നമ്മുടെ CEO എന്ന് പറയുന്നത്. അതുകൂടാതെ 2 JRF ഉണ്ട്. സാറേ എന്തൊക്കെ പറഞ്ഞാലും ഇത്രയും വിജയമൊക്കെ ആണെന്ന് പറഞ്ഞാലും ലാസ്റ്റ് ടൈം ഒരു ചെറിയ ഫെയിലിയർ, ചെറുതായിട്ടൊരു പൊട്ടിക്കൊരു ചെറിയൊരു ഫെയിലിയർ വന്ന കാര്യം നമ്മളിങ്ങനെ അറിഞ്ഞു. സാർ അതെങ്ങനെയാണ് സാറ് നേരിട്ടത്, എങ്ങനെയാണ് അതിനെ? അത് ബേസിക്കലി നമ്മൾ പറയും ഇമോടെക്കിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റുകളിലൊന്ന് ഫെയിലിയർ മാനേജ്മെന്റ് എന്നുള്ളത് കൂടിയിട്ടാണ്. ഓക്കെ, നമ്മൾ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഫെയിലിയർ എന്നുള്ളത് സക്സസ്സോടൊപ്പം തന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഓക്കെ, കമ്പൽസറി നമ്മൾ എംബ്രേസിങ് ഫെയിലിയർ എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നോർമലൈസിങ് ഫെയിലിയർ. കാരണം നമ്മൾ ആദ്യം പറയുന്ന ഒരു ആസ്പെക്റ്റുകളൊന്നാണ്, അതായത് എന്തുകൊണ്ടാണ് കുട്ടികൾ പരീക്ഷയ്ക്ക് പരാജയപ്പെടുന്നത് എന്ന് പറയുന്നത്. അതിൽ മേജർ റീസണുകളിൽ ഒന്നെന്താണെന്ന് ചോദിച്ചാൽ, ഈ പരീക്ഷയ്ക്ക് ഞാൻ തോൽക്കോ എന്നുള്ള പേടി കൊണ്ട് തോൽക്കുന്ന ആളുകളാണ്. നമ്മൾ ഫോബോഫോബിയ എന്ന് പറയാറുണ്ട്. ഫോബിയ നോർമലി പേടിയാണെങ്കിൽ ഫോബോഫോബിയ എന്ന് പറഞ്ഞാൽ പേടിക്കോ എന്ന് പേടി. ഞാൻ പുറത്തിറങ്ങി നോക്കിയാൽ എനിക്ക് കള്ളൻ കണ്ട ആ കള്ളനെ കണ്ടിട്ട് ഞാൻ പേടിക്കോ എന്ന് പേടിച്ചിട്ട് പുറത്തിറങ്ങാതിരിക്കാന്ന് പറയും. അതേപോലെ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് സ്ട്രെസ് വരുന്നത് ഞാൻ പരീക്ഷയിൽ തോൽക്കോ എന്ന് പേടിച്ചിട്ടാണ്. എന്തിനാണ് കുട്ടികൾ തോൽക്കുമോ എന്ന് പേടിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ സൊസൈറ്റി അങ്ങനെ നോഷനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു പരീക്ഷയിൽ തോൽക്കുക എന്നുള്ളത് ഇറ്റ്സ് സംതിങ് ബാഡ്. വിജയിക്കുക എന്നുള്ളതാണ് അവിടെ ഒരു ഐഡിയൽ മോഡൽ എന്നുള്ളൊരു ആസ്പെക്റ്റിലേക്കാണ് വരുന്നത്. അപ്പോൾ ഒരു നോർമലൈസിങ് പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 8 നെറ്റ് വാങ്ങിയിട്ടുണ്ട്, അത്ര ഈസി ആയിട്ടല്ല. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യം തോറ്റിട്ടുള്ളത്. ഓക്കെ, അത് എന്തുകൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യം തോറ്റത് ഞാൻ അസസ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്, ഏതൊരു മത്സര പരീക്ഷ ജയിക്കാനും നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് ബേസിക് പ്രിൻസിപ്പിൾസ് ഉണ്ട്. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, അതിൻ്റെ പ്രിപ്പറേഷന് മതിയായ സമയം കൊടുക്കുക, അതുപോലെ തന്നെ അതിൻ്റെ സിലബസ് നമ്മൾ കംപ്ലീറ്റ് ആക്കുക. ഞാൻ ഈ 2 ഫാക്ടർ പറയാം. പ്രിപ്പറേഷൻ മതിയായ സമയം കൊടുക്കുക, സിലബസ് കംപ്ലീറ്റ് ആക്കുക. ഈ 2 ഫാക്ടർ ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ മുമ്പ് 8 തവണ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ രസകരമായ കാര്യം, അത് 8 വ്യത്യസ്ത സബ്ജക്റ്റുകളാണ്. ഇപ്രാവശ്യം ഞാൻ എഴുതിയ പരീക്ഷയിലല്ല. ഓക്കെ, മുമ്പ് ഞാൻ വിജയിച്ചത് വ്യത്യസ്ത വിഷയങ്ങളാണ്. അപ്പോൾ ഇപ്രാവശ്യം എഴുതുന്ന എക്സാം എന്ന് പറയുന്നത് എൻറ്റയർലി ഒരു പുതിയ എക്സാം ആയിരുന്നു. അപ്പം ഞാൻ മേ ബി എൻ്റെ പല തിരക്കുകൾ കാരണം അല്ലെങ്കിൽ എൻ്റെ മടി കാരണം അല്ല, ഈ ഒരു അടിസ്ഥാന പ്രിൻസിപ്പിളുകൾ, അതായത് പ്രിപ്പറേഷൻ മതിയായ സമയം കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളതും, അതുപോലെ നമ്മൾ സിലബസ് സ്പെസിഫിക് ആയിട്ട് പഠിക്കേണ്ടതുണ്ട് എന്നുള്ളതിലും ഞാനൊരു ചെറിയൊരു ഷോർട്ട് കമ്മിങ് എൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. ഡെഫിനറ്റ്ലി അതുകൊണ്ടാണ് ഇപ്രാവശ്യം എനിക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കാതിരുന്നത്. ആൻഡ് ആസ് എൻ എക്സ്പീരിയൻസ് അത് ആലോചിക്കുമ്പം അത് നമുക്കൊരു കൂടുതൽ ത്രില്ല് തരുന്ന പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, തുടർച്ചയായിട്ട് ജയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു 8 തവണ. ആ ഒരു ജയം നമുക്ക് നൽകുന്ന ഒരു ബേർഡൻ ഉണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിളാണ്, ഈ വേൾഡ് കപ്പ് തുടങ്ങുന്നതിന് മുമ്പ് വേൾഡ് കപ്പിലേക്ക് വരുന്ന സമയത്ത് അർജന്റീനൻ ഫുട്ബോൾ ടീമിനുണ്ടായിരുന്ന ഒരു ബേർഡൻ ഉണ്ടായിരുന്നു. ഐ തിങ്ക് ഏകദേശം 36 മത്സരങ്ങളോളം, എക്സാക്ട് നമ്പർ ഓർമ്മല്ല, തുടർച്ചയായിട്ട് വിജയിച്ചിട്ടാണ് വരുന്നത്. ആ ബേർഡൻ അവർ ആദ്യത്തെ കളിയിൽ സൗദി അറേബ്യയോട് അവരങ്ങ് തോറ്റു. അതോടുകൂടി ആ ബേർഡൻ അങ്ങ് പോയി. അവർ പിന്നെ പുതിയൊരു ടീമായിരുന്നു. അതുപോലെ എനിക്ക് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് തുടർച്ചയായിട്ട് ജയിക്കുന്ന ഒരു ബേർഡൻ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ആയതുകൊണ്ട് ഭാവിയിൽ അർജന്റീന കൊണ്ട് വേൾഡ് ചാമ്പ്യൻ ആയതുപോലെ ആ
ഒരു എനർജിയിൽ നിന്ന് കൂടുതൽ ജയിക്കാൻ സാധിക്കും. അതായത് ഞാൻ പറഞ്ഞത് വെച്ചാൽ ഇൻ ബിറ്റ്വീൻ ഈ ഒരു പ്രിപ്പറേഷൻ ജേർണിയിലുള്ള ചില പരാജയങ്ങൾ വിജയത്തെക്കാളേറെ മുന്നോട്ട് പോകാനുള്ള എനർജി നിങ്ങൾക്ക് നൽകാൻ സാധ്യതയുണ്ട്. എല്ലാ കേസിലും ചില സ്പെഷ്യൽ കേസുകളിൽ എനിക്ക് ആ ഒരു എനർജി ഈഗർലി വെയിറ്റിംഗ് ഫോർ ദ നെക്സ്റ്റ് എക്സാം. അതാണ് അടുത്ത 9ാമത്തെ നെറ്റിന് വേണ്ടി 3ാമത്തെ JRF-ന് വേണ്ടി സാർ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷേ ആദ്യം പറഞ്ഞാൽ അനീസിക പറഞ്ഞ പോലെ ഓരോ ഇവിടെ വരുന്ന കുട്ടീനെയും കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യാറുണ്ട്. മെന്റലി എത്ര സ്റ്റേബിളാണ്, അവർക്ക് എവിടെയാണ് നമ്മൾ എംപവർമെന്റ് കൊടുക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയൊരു മെറിറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഐഫർ നൽകുന്ന ഒരു റീസെറ്റ് പോളിസിയാണ്. അതായത് എല്ലാ കുട്ടികളും എല്ലാ തവണയും വിജയിക്കുമെന്ന് സാറ് പറഞ്ഞ പോലെ ഒരു തോൽവി ആർക്കാണെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. എന്താണ് ആ റീസെറ്റ് പോളിസിനെ പറ്റി എന്താണ്? നമ്മൾ ഈ തോൽവിയെ റെസ്പെക്ട് ചെയ്യുന്നത് പോലെ തന്നെ ആ റെസ്പെക്റ്റിൻ്റെ ഒരു പാർട്ടാണ് അവർ അതിലെടുത്ത എഫേർട്ടിനെ റെസ്പെക്ട് ചെയ്യാന്ന് പറയുന്നത്. അറിവാണല്ലോ, അറിവ് നമ്മൾ ഒരിക്കലും എടുത്തത് തലയിലുണ്ടാവും, അതവിടെ പോകുന്നില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ കൃത്യമായിട്ടുള്ള ഒരു റിസോഴ്സ് ഉപയോഗിച്ചിട്ട് അവർക്ക് കിട്ടാതിരിക്കുമ്പോൾ ആ എഫേർട്ടിനെ നമ്മൾ വാല്യൂ ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ നിശ്ചിത അളവിൽ എഫേർട്ട് ഇട്ട ഒരാളുടെ ആ എഫേർട്ടിനെ മാനിച്ചുകൊണ്ട് അവരെ വീണ്ടും ഇതേ സിസ്റ്റത്തിൽ തുടരാൻ അനുവദിക്കുക എന്ന് പറയുന്നതാണ് റീസെറ്റ് പോളിസി എന്ന് പറയുന്നത്. അവിടെ ഇതാണ് ആ പരാജയം എന്ന് പറയുന്നത്. ആക്ച്വലി ഈ പറയുന്ന ഒരൊറ്റ നെറ്റ് എക്സാം എന്നുള്ളതിൽ നിന്ന് ലേൺ ചെയ്ത് മുന്നോട്ട് പോകാൻ എനിക്കൊന്ന് അതിൻ്റെ കൂടെ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെയുണ്ട്. അതൊരു പ്രോഗ്രാമായിട്ട് തന്നെ നമ്മളത് കൃത്യമായിട്ട് നടത്തി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോറ്റവരെയാണ് നമ്മൾ ആദ്യം പരിഗണിക്കുന്നത്. അത് തോൽവി എന്നുള്ളത് ഒരു ലേണിംഗ് ആസ്പെക്റ്റിലേക്ക് അതിനെ ഗ്ലോറിഫൈ ചെയ്യുക എന്നുള്ളതല്ല, അതിനപ്പുറത്തേക്ക് അതിൽ നിന്നുള്ള ലേണിങ്ങും റിഫ്ലക്ഷൻസും എടുത്തിട്ട് മുന്നോട്ട് പോവുക. അവിടെയാണ് നമ്മൾ ഈ റീസെറ്റ് പോളിസിയും വരുന്നത്. അഥവാ കൃത്യമായിട്ടുള്ള റിസോഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ എഫേർട്ടിനെ മാനിച്ചുകൊണ്ട് അതിനെ കണ്ടിന്യൂസ് ആയിട്ട് ഫ്രീ ആയിട്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാം, തുടർന്ന് പോകാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു മെച്ചം. അല്ല, സാറ് പറഞ്ഞ പോലെ ഇതുവരെ ഞാൻ ഒരിടത്തും കേട്ടിട്ടില്ല ഹാപ്പിനെസ് ഓഫീസേഴ്സ്. നമ്മൾ ടീച്ചേഴ്സ് എന്ന് കേട്ടിട്ടുണ്ട്, മാനിപ്പുലേറ്റേഴ്സ് എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഹാപ്പിനെസ് ഓഫീസേഴ്സ്, ഹാപ്പിനെസ് പകരാനായിട്ട് സൈക്കോളജിക്കലി അവരെ വളരെയധികം സ്ട്രോങ്ങർ ആക്കി നിർത്തുക എന്ന് പറയുന്നതാണ് എനിക്ക് തോന്നുന്നു ഈ കോമ്പറ്റേറ്റീവ് എക്സാംസ് ക്രാക്ക് ചെയ്യാനുള്ള ഒരു എലമെന്റ് അല്ലേ. എന്തൊക്കെയാണ് ഈ സ്ട്രെസ് മാനേജ്മെന്റിന്റെ ലെവലിൽ എന്തൊക്കെയാണ് സാർ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മളിതിൽ ഇപ്പോൾ ഈ ഹാപ്പിനെസ് ഓഫീസർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെ ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും അവർക്ക് കൊടുത്ത് അവരെ ഹാപ്പി ആക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് അവരെ മനസ്സിലാക്കുന്ന ഒരു ഹ്യൂമൻ ബീയിങ് കൂടെ ഉണ്ടാവുക എന്നുള്ളതാണ്. അതാണ് ആ ഹാപ്പിനെസ് ഓഫീസർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. അവരെ ലിസൺ ചെയ്ത് അവരുടെ എൻഡിൽ നിന്നുകൊണ്ട് അവരെ എംപതൈസ് ചെയ്ത് മനസ്സിലാക്കിയിട്ടുള്ളൊരു ഇമോഷണൽ സപ്പോർട്ടാണ് അവിടെ വരുന്നത്. അതിൻ്റെ കൂടെ കൃത്യമായിട്ട് ഗ്രൂപ്പായിട്ടും പേഴ്സണലായിട്ടും അവരുടെ നീഡ്സ് മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ടൊരു സൈക്കോളജിസ്റ്റുകളുടെ ടീമുണ്ട്, ലിസണേഴ്സിൻ്റെ ടീമുണ്ട്, അതേപോലെ തന്നെ നല്ല ട്രെയിനേഴ്സും ഉണ്ട്. അപ്പോൾ ആ ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള അവരുടെ നീഡ് മനസ്സിലാക്കിയിട്ട് നമ്മളൊരു ട്രെയിനിങ് സെഷൻ കോമൺ ആയിട്ട് കൊടുക്കും. ഇപ്പോൾ ഏജ് ഗ്രൂപ്പിനനുസരിച്ചും വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ ഒരു നെറ്റിന് പ്രിപ്പയർ ചെയ്യാൻ വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ സെൽഫ് ഡിറ്റർമിൻഡ് ആണ്, ഒരു ഗ്രൂപ്പ് വരുന്നതുകൊണ്ടല്ല. പക്ഷെ ഒരു ഡിഗ്രി ലെവൽ ഒരു എൻട്രൻസ് കോച്ചിങ്ങിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു ഗ്രൂപ്പായിട്ട് വരുന്നതും ആഗ്രഹിച്ചു വരുന്നതൊക്കെ ആയിരിക്കും. പക്ഷെ പലപ്പോഴും ഒരു ആളുകൾക്ക് ഇപ്പം ഈ അഡൾട്ട്സിന് പലപ്പോഴും നമുക്കൊരു മോട്ടിവേഷൻ ലെവൽ വർക്ക് ചെയ്യേണ്ടിയില്ല. പക്ഷെ അവരുടെ ലൈഫിൽ വരുന്ന സ്ട്രെസ്സുകൾ അവരുടെ കാര്യങ്ങളിലായിരിക്കും നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടി വരിക, അവരുടെ ഒരു പേഴ്സണൽ ഇൻഡിവിജ്വൽ ഇഷ്യൂസിലായിരിക്കും. എന്നാൽ ഒരു ലോവർ ലെവലിൽ വരുന്ന കുട്ടികൾ, അതായത് ഏജിൽ കുറച്ച് താഴെ വരുന്ന ഗ്രൂപ്പിൽ വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മോട്ടിവേഷനെ വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു കൃത്യമായിട്ട് അതിനെ ക്രൈറ്റീരിയ ആക്കി മാറ്റി അതിലുള്ള ട്രെയിനേഴ്സിൻ്റെ സപ്പോർട്ട്, ഇൻഡിവിജ്വലി ലിസണേഴ്സ്, അതിനും അപ്പുറത്തേക്ക് സൈക്കോളജിക്കൽ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റുകളുടെ സപ്പോർട്ട് കൂടി അതിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ എങ്ങനെയാണോ അവർക്ക് വേണ്ടത് ആ രീതിയിൽ അവരെ മനസ്സിലാക്കിയിട്ട് എല്ലാ ഡയമെൻഷൻസൊന്നും അവർക്ക് സ്ട്രെസ് റിഡക്ഷനും ടൈം മാനേജ്മെൻറ്റിനും മോട്ടിവേഷൻ നിലനിർത്താനും ഒക്കെയുള്ള സപ്പോർട്ടുകൾ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഈ പറഞ്ഞ പോലെ ടെക്നോളജി ഏറ്റവും ഗംഭീരമായിട്ട് ബ്ലെൻഡ് ചെയ്താണ് ഇവിടെ നമ്മുടെ ലേണിംഗ് പ്രോസസ്സ് ഈസിയാക്കി മാറ്റുന്നത്. ഇനി വരുന്ന കാലവും ടെക്നോളജിയുടേതാണ്. പിന്നെ ഓൺലൈൻ ക്ലാസ്സസ് അത്രയും ഇഫക്റ്റീവ് ആയതുകൊണ്ടാണ് ഇത്രയും വലിയൊരു വിജയം 3 ഇയേഴ്സിൽ ഐഫർ അറ്റൈൻ ചെയ്തത്. ഇനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണ് മുന്നോട്ട് നമുക്ക് ചിന്തിക്കാനുള്ളത്. അപ്പം AI എങ്ങനെയായിരിക്കും ബ്ലെൻഡ് ചെയ്യാൻ പോകുന്നത് ഐഫറിൽ? ആക്ച്വലി നമുക്കിപ്പോൾ ഇത് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ തുടങ്ങാം. ലൈക്ക് ChatGPT എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഗതിനെ പറ്റിയിട്ട് നമുക്കറിയാം. ChatGPT വന്നു, അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം പുതിയൊരു സംഗതി വന്നു, ജെമിനൈ എന്ന് പറഞ്ഞിട്ടുള്ള, ഗൂഗിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള. അപ്പോൾ ഈ ChatGPTയുടെ പ്രത്യേകത എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അതൊരു സിംഗിൾ മോഡൽ ആയിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ടെക്സ്റ്റുവൽ കണ്ടൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബേസിസിലാണ് നമുക്ക് ആൻസേഴ്സ് കിട്ടുക. ഒരു വർഷം കൊണ്ട് ഞാൻ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നോളജിയുടെ ഒരു അഡ്വാൻസ്മെൻ്റ് ആണ്. അപ്പോൾ ഒരു വർഷം കൊണ്ട് ഇതിന് ഒരു വയസ്സായപ്പോഴേക്ക് അതിന് വേറെ ഒരു വേർഷൻ വന്നു, അതായത് ലൈക്ക് ജെമിനൈ എന്ന് പറഞ്ഞിട്ടുള്ള വേർഷൻ വന്നു. ഇതിൽ നമുക്ക് ഇമേജസ് കൊടുക്കാം, വീഡിയോസ് കൊടുക്കാം, ഓഡിയോസ് കൊടുക്കാം. ഇതിൻ്റെ 4 മോഡൽ വന്നു.
പുതിയ 4 മോഡൽ വന്നു. അപ്പോൾ സോ ഒരു വർഷം കൊണ്ട് ഇത്രയും മാറ്റം AI-ക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒരു AI പാറ്റേണിലേക്ക് നമുക്ക് പോകേണ്ടതായിട്ട് വരും. അപ്പോൾ അവിടെയാണ് ആക്ച്വലി ഐഫർ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ChatGPT പലർക്കും നമ്മുടെ നാട്ടിലുള്ള പല ആളുകൾക്കും എന്താണ് ChatGPT അല്ലെങ്കിൽ എന്തുകൊണ്ട് ChatGPT എന്ന് അറിയില്ല. അപ്പോൾ അവിടെയാണ് നമ്മളൊരു AI സ്റ്റഡി പാർട്ട്ണർ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. ആക്ച്വലി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു ഒരു ഹാപ്പിനെസ് ഓഫീസറുടെ കഥ പറഞ്ഞു. ഇതുപോലെ തന്നെ നമുക്ക് മെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ഹാപ്പിനെസ് ഓഫീസേഴ്സ് ഒരുപാട് കുട്ടികളെ ഇമോഷണലി സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവാം. അതുപോലെ തന്നെ മെൻറ്റേഴ്സ് അവർ അക്കാഡമിക്കലി സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ ഈ ഒരു മേ ബി ഇഫ് നമുക്ക് അവർ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ പോലും ഒരു 24/7 വർക്കൗട്ട് ചെയ്യുന്ന ഒരു AI സ്റ്റഡി പാർട്ട്ണർ. അപ്പോൾ ഈ സ്റ്റഡി പാർട്ട്ണർ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംശയം ആയിക്കോട്ടെ, അവരുടെ അക്കാഡമിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് സംശയം ആയിക്കോട്ടെ അത് ചോദിക്കുന്നു, അതിന് ആൻസർ ചെയ്യുന്നു. ഇമോഷണൽ സപ്പോർട്ട് വേണോ അവർക്ക് ഒരു ഇതുണ്ട്. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഇപ്പോൾ AI വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് സ്നാപ്ചാറ്റ്സ് യൂസ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ സ്നാപ്ചാറ്റിൽ ഒരു AI പാർട്ട്ണർ വന്നിട്ടുണ്ട്. അപ്പോൾ അത് പലരും എന്താണെന്ന് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ AI ബോട്ടിനോട് എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവരുടെ കാര്യങ്ങൾ സംസാരിക്കുന്നു. ഈ ഒരു ചാറ്റ് ബോട്ട് എന്ത് ചെയ്യുന്നു, അവർക്ക് ആൻസേഴ്സ് കൊടുക്കുന്നു. സോ അതുപോലെ തന്നെ അതിനെ നമുക്ക് ഒരു അക്കാഡമിക് ലെവലിലോ അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ലെവലിലോ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളിടത്താണ് നമ്മൾ ഈ AI സ്റ്റഡി പാർട്ട്ണർ വരുന്നത്. ഇത് ആക്ച്വലി നമ്മുടെ ഈ ഒരു ഇമോടെക് വേർഷൻ്റെ ഒരു വേർഷൻ 3 എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു അപ്കമിങ് ഒരു പ്രോജക്റ്റാണ്. ആക്ച്വലി ഇത് നമ്മൾ റീസെൻ്റ്ലി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഒന്നും കൂടി ഒരു ഗെയിമിഫൈഡ് വേർഷനാണ്. ലൈക്ക് നമ്മുടെ ഇമോടെക് വേർഷൻ 3 വരുന്നത് ഒന്നുകൂടി ഗെയിമിഫൈഡ് വേർഷനാണ്. ലൈക്ക് ഇപ്പോൾ ലീഡർ ബോർഡ്, ഇപ്പോൾ നേരത്തെ റീസിറ്റ് പോളിസി പറഞ്ഞു. ഇപ്പോൾ ഈ റീസിറ്റ് പോളിസിയുടെ തന്നെ അതുപോലെ തന്നെ ഒരു വേറൊരു സാധനമാണ് ലീഡർ ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പല പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ നമ്മൾ ഗൂഗിൾ പേ ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അതിലൊക്കെ നമുക്ക് ഒരുപാട് ഗെയിംസുകൾ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതുപോലെ തന്നെ പഠനം ഒന്ന് ഗെയിമിഫൈ ചെയ്യാം. അപ്പോൾ അവിടെ നമ്മൾ ഈ ലീഡർ ബോർഡ് കൊണ്ടുവന്നിട്ട് ഇവരെ റീഇൻഫോഴ്സ്മെൻറ്റ് ചെയ്യും. ഇത്ര സ്കോറുകൾ കിട്ടും എന്ന് പറഞ്ഞിട്ട് അവരെ റീഇൻഫോഴ്സ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവർ കൂടുതൽ ഇതിലൊന്ന് എൻഗേജ് ചെയ്യാൻ, കൂടുതൽ പഠനത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിനെ പെർട്ടിക്കുലർലി അവരെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ലേണേഴ്സ് പ്ലാനർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം കൊണ്ടുവരുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയം അവർക്കൊരു പെർട്ടിക്കുലർ ടൈം ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. ഇന്ന സമയത്ത് ഞാൻ പഠിക്കണം. അപ്പോൾ ആ ഒരു സമയത്ത് അവരെ റിമൈൻഡ് ചെയ്യും. അതിൽ ഈ ഒരു AI ബോട്ടും കൂടെ ഇൻക്ലൂഡ് ആവും. അപ്പോൾ നല്ല രസമുണ്ടാവും. നമുക്കിപ്പോൾ നമ്മളെ എല്ലാ കാര്യങ്ങളും നമ്മളോട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടും നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും 24/7 നമ്മുടെ കൂടെ ഒരാൾ. അതാണ് നമ്മൾ ഇതിലൂടെ. അല്ല, ഇത് കേൾക്കുമ്പോൾ തന്നെ എനിക്കും കൂടെ ഒരു നെറ്റിന് വേണ്ടി ഒന്ന് പ്രിപ്പയർ ആയെന്നൊരു ചെറിയൊരു ത്വര തോന്നും. ഇത് കൊള്ളാലോ. കാരണം 24/7 നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മെന്റലി എല്ലാത്തിനും നമുക്ക് എന്ത് ഡൗട്ട്സ് വേണോ ക്ലിയർ ചെയ്യാനായിട്ട് ഒരു ടീച്ചർ പോലെ, ഒരു മെന്റർ പോലെ നമ്മുടെ കൂടെ ഒരു AI. അതൊക്കെയാണ് ഇനി ഈ പറഞ്ഞ പോലെ പാൻ ഇന്ത്യൻ തലത്തിലേക്ക് ഐഫർ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ് സർ. അപ്പോൾ എന്തുമാത്രം ഇമ്പാക്റ്റ് ആണ് ശരിക്കും ഐഫർ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നത്? നമ്മുടെ വിഷൻ എന്ന് പറയുന്നത് തന്നെ നമ്മളിപ്പോൾ ക്രിയേറ്റിംഗ് എ ഹാപ്പി ലേണിംഗ് ഈക്കോ സിസ്റ്റം എന്നുള്ളതാണ്. സോ ആസ് ഓഫ് നൗ നമ്മളൊരു 1500-ലധികം റിസൾട്ടാണ് നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ നമ്മൾ വിശ്വസിക്കുന്നത് 6000-ലധികം കുട്ടികൾക്ക് നമുക്കൊരു ഹാപ്പി ലേണിംഗ് എക്സ്പീരിയൻസ് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇമ്പാക്റ്റ് 6000-ൽ പോകും. നമ്മൾ ബേസിക്കലി ഇനീഷ്യലി ഫോക്കസ് ചെയ്യുന്നത് ഹയർ എഡ്യൂക്കേഷനിലാണ്. അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന സിസ്റ്റത്തിലൊന്ന് ഹയർ എഡ്യൂക്കേഷനാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇതിലെ നമ്മളെ സ്റ്റുഡൻസ് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളൊക്കെ എവിടെയെങ്കിലുമൊക്കെയുള്ള ടീച്ചർമാരാണ്, അല്ലെങ്കിൽ അടുത്ത ടീച്ചർമാരാകാൻ പോകുന്നതാണ്. സോ നമ്മൾ അവർക്കൊരു ഹാപ്പി ലേണിങ്ങിൻ്റെ എക്സ്പീരിയൻസ് കൊടുത്താൽ അടുത്ത വർഷം തന്നെ അവർ ആ ഒരു ഹാപ്പി ലേണിംഗ് എക്സ്പീരിയൻസ്, അവരുടേതായിട്ടുള്ളൊരു മോഡിഫൈഡ് ഹാപ്പി ലേണിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അവർ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിലും അവർ കൊടുക്കും എന്നുള്ളതാണ്. അപ്പോൾ ബേസിക്കലി ഈവൻ ദോ നമുക്കൊരു 6000+ സ്റ്റുഡൻസാണ് ഐഫറിൽ പഠിച്ചിറങ്ങിയതെങ്കിൽ പോലും അവരിൽ പലരും വ്യത്യസ്ത ഫോമാറ്റിൽ ഡെഫിനറ്റ്ലി ഓരോരുത്തർ ഓരോ രീതിയിലായിരിക്കും അവരുടേതായ സ്കൂളുകളിലും കോളേജുകളിലും ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഹാപ്പി ലേണിംഗ് എക്സ്പീരിയൻസുകൾ നമുക്കറിയാം. അതോടൊപ്പം തന്നെ പറഞ്ഞ പോലെ നമ്മൾ ഈ ഒരു ഹാപ്പി ലേണിംഗ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അതൊരു എൻറ്റയർലി ന്യൂ ഇന്നോവേറ്റീവ് കോൺസെപ്റ്റ് ഒന്നും അല്ല. ഓക്കെ, അത് പല എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം, കാരണം ഒരുപാട് കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിലെ ഡിസ്കഷൻ ഉണ്ട്. പഠനം ഭയങ്കര സ്ട്രെസ്സാണ്, കുട്ടികളെ റിലാക്സ്ഡ് ആക്കണം, കുട്ടികൾക്ക് ഹാപ്പിനെസ് കൊടുക്കണം എന്നുള്ളത് ഒരുപാട് കാലം മുമ്പുള്ള ഡിസ്കഷനാണ്. എവിടെയാണ് ഇതിൻ്റെ പ്രശ്നം വരുന്നത് വെച്ചാൽ എങ്ങനെയാണ് അവർക്ക് റിലാക്സേഷൻ കൊടുക്കേണ്ടത്, എങ്ങനെയാണ് ഇവർക്ക് ഹാപ്പിനെസ് കൊടുക്കേണ്ടത് എന്നുള്ളതിലാണ് ഡിഫറൻസ് വരുന്നത്. അപ്പോൾ പല പ്ലാറ്റ്ഫോം കൊണ്ടും അവരുടേതായ രീതിയിൽ കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്, കെയർ കൊടുക്കുന്നുണ്ട്, സ്ട്രെസ് ഫ്രീ കുറക്കുന്നുണ്ട്, അവരുടേതായിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ നടത്തുന്നുണ്ട്, പുറത്തുനിന്ന് ചില മോട്ടിവേറ്റ്
മോട്ടിവേറ്റിംഗ് സ്പീക്കേഴ്സ് അല്ലെങ്കിൽ അവർ പറയുന്ന ചില ആളുകൾ കൊണ്ടുവന്ന് സെഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്, പല രീതികളിൽ കൊടുക്കുന്നുണ്ട്. പക്ഷെ അവിടെ എയ്ഫർ വ്യത്യസ്തമാവുന്നത് എയ്ഫർ അതിനെ കംപ്ലീറ്റ്ലി A to Z ഒരു പ്ലാറ്റ്ഫോം ആക്കി, ഒരു സിസ്റ്റം ആക്കി, ഒരു ഈക്കോ സിസ്റ്റം ആക്കി, അതിൻ്റെ റിമോട്ടക് ഈക്കോ സിസ്റ്റം എന്ന് പറയുന്ന പോലെ ഒരു സെപ്പറേറ്റ് ഒരു ഫുൾ പാക്കേജ് ആക്കി മാറ്റി എന്നുള്ളതാണ്. ഓക്കെ, ഇറ്റ്സ് എൻ്റർലി എ ന്യൂ ഐഡിയ ആണെന്ന് ഞാൻ പറയില്ല, പക്ഷേ നമുക്കതിന് A to Z ഉള്ള ഫുൾ ഒരു ഇതായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റുഡൻസ് ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ തുടങ്ങുന്നുണ്ട്, അവരുടേതായ നെറ്റ് കോച്ചിങ്ങും അല്ലാത്ത പ്ലാറ്റ്ഫോമുകൾ തുടങ്ങുന്നുണ്ട്, സൊസൈറ്റിയിൽ ഒരുപാട് ആളുകൾ തുടങ്ങുന്നു. അവരിൽ പലരും നമ്മളെ ഈ ഹാപ്പിനെസ് ആസ്പെക്റ്റിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് അവരുടേതായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ഹാപ്പിയാണ് അബൌട്ട് ദാറ്റ്, ബിക്കോസ് നമ്മളും ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുണ്ട്. കാരണം നമ്മൾ വിശ്വസിക്കുന്നത് ഹാപ്പി ലേണിംഗ് ഈക്കോ സിസ്റ്റം എന്നുള്ളത് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും കൊളാബറേറ്റ് ചെയ്തിട്ടും ഇൻസ്പയർഡ് ആയിട്ട് മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്നുള്ളതാണ്. അപ്പോൾ ബേസിക്കലി 6,000+ അലുമിനി പ്ലസ് അവരുണ്ടാക്കപ്പെടുന്ന ഒരുപാട് ഇമ്പാക്റ്റുകൾ പ്ലസ് ഇതുപോലെയുള്ള ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോമുകളുടെ ഇമ്പാക്റ്റുകൾ പ്ലസ് നമ്മളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നതിനേക്കാളേറെ എത്രയോ വലിയ ഇമ്പാക്റ്റാണ് ഇനീഷ്യലി പ്ലാൻ ചെയ്തിരുന്ന. ആൻഡ് ഓൾസോ പറഞ്ഞ പോലെ നമ്മൾ പാൻ ഇന്ത്യൻ ലെവലിൽ പോകാൻ കൂടി പോവുകയാണ്. സോ ഹോപ്പ്ഫുള്ളി ത്രൂ ഔട്ട് ഇന്ത്യ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇനീഷ്യൽ ഫേസിൽ ഉണ്ടാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് ആഫ്റ്റർ ദാറ്റ് വി ഡ്രീം ഓഫ് ഗോയിങ് ഗ്ലോബൽ ആൾസോ. കാരണം ഇതിൻ്റെ ഒരു എനിക്ക് തോന്നുന്നു ഒരു ഐഫറിൻ്റെ ഒരു ക്രെഡിബിലിറ്റി ഒക്കെ ഞങ്ങൾ കോമണേഴ്സിൻ്റെ ഇടയിലേക്ക് മനസ്സിലാക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഉണ്ട്, നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനമായ കേരള ബ്ലാസ്റ്റേഴ്സ് ഐഫറിനെ തേടി ഇങ്ങോട്ട് എത്തുകയായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് കേരള ബ്ലാസ്റ്റേഴ്സ് ഐഫറായിട്ട് അത്രയും ഒരു അസോസിയേഷൻ ഉണ്ട്. ഇനി ഞാൻ പറയായിരുന്നു ഇനി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമൊക്കെ ഇനി ഗ്ലോബലിയൊക്കെ പോകുമ്പോഴത്തേക്കും ഓൾ ഓവർ ദ വേൾഡ് ആയിരിക്കും ഐഫറിൻ്റെ ഒരു പേരെത്തുന്നത്. അപ്പം ഒരു മിനിമൽ വാക്കിൽ എങ്ങനെയായിരിക്കും ഒരു നെറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ആസ്പിറൻറ്റിന് എങ്ങനെയായിരിക്കും ഐഫർ സപ്പോർട്ട് ചെയ്യുക? അതിൽ ഏറ്റവും വലിയൊരു സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അനീസ്ഫൂർത്തിയിലൊക്കെ തുടങ്ങിയിട്ടുള്ള നാഷണൽ ലെവൽ തന്നെ ക്വാളിഫൈഡ് ആയിട്ടുള്ള വളരെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ കുട്ടികളുടെ ഒരു വെൽബീയിങ്ങും കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ ടീമാണ്. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. പിന്നെ നമ്മുടെ ഈ പേഴ്സണലൈസ്ഡ് റിമോട്ടക് സിസ്റ്റവും അതിൽ അവരുടെ എല്ലാവിധ ഈ പറയുന്ന സൈക്കോളജിക്കൽ നീഡ്സും നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ട് പോവുകയും അതിൻ്റെ കൂടെ നേരത്തെ സേനു പറഞ്ഞതുപോലെ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ മാക്സിമം മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് കൃത്യമായിട്ട് പ്ലാൻഡ് ആണ്, സബ്ജക്ട് വൈസ് ടോപ്പിക് വൈസ് ആയിട്ട് കൃത്യമായിട്ട് കാറ്റഗറൈസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റുകളും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള മെൻറ്റർ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പല സാഹചര്യത്തിൽ നിന്ന് വരുന്ന കുട്ടികളാണ്, പല സിറ്റുവേഷനിലാണ് അവർ തന്നെ. അപ്പം അവരെയൊക്കെ പേഴ്സണലി കേൾക്കുകയും അവരുടെ സാഹചര്യത്തിനനുസരിച്ച് അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കാനും കഴിയാന്നുള്ളത് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ പറയുന്ന ഹാപ്പിനെസ് ഓഫീസറും കാര്യങ്ങളൊക്കെ കൂടെ തന്നെ അവർക്കായിട്ടൊരു മെൻറ്റർ ഉണ്ട്. ആ മെൻറ്റർ കൃത്യമായിട്ട് അവരുടെ കാര്യങ്ങൾ ട്രാക്ക് ചെയ്ത് കൂടെ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഈ പറയുന്ന ഒരു മൊത്തത്തിലുള്ള സിസ്റ്റം വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ റിസൾട്ടും മൊത്തത്തിൽ നമ്മുടെ കഴിഞ്ഞ റിസൾട്ടിലൊക്കെ കാണുന്നത്. കാരണം എന്താ പറഞ്ഞാൽ ഇപ്പം സാധാരണയായിട്ടൊരു കോച്ചിങ് പ്ലാറ്റ്ഫോം നൽകുന്ന റിസൾട്ട് അല്ല ഐഫർ നൽകിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ഒരു 1 ഇയറിൽ അവരൊക്കെ അറ്റൈൻ ചെയ്തതാണ് 1 ടേമിൽ 1 എക്സാമിൽ ഐഫർ നേടിക്കൊണ്ടിരിക്കുന്നത്. അതെനിക്ക് തോന്നുന്നു ഇത്രയും വലിയ മെൻറ്റേഴ്സും പിന്നെ ഈ ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഇവോൾവിംഗ് ആയിട്ടുള്ള ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടാണ് ഇവിടെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ സാർ ഒരുപാട് ബാച്ചസ് ഇപ്പോൾ നമുക്കിവിടെ ഉണ്ട്. മിഷൻ JRF ഉണ്ട്, ഫാസ്റ്റ് ട്രാക്ക് ഉണ്ട്, JRF ട്രാക്ക് ഉണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് നമുക്കൊന്ന് ഡീറ്റെയിൽ ചെയ്യാൻ പറഞ്ഞു സാർ? ഇതിൽ കുട്ടികൾക്ക് പൊതുവെ ഒരു സംശയമുള്ള ഒരു കേസാണ്. ഐഫറിന്റെ ഒരുപാട് ബാച്ച് ഉണ്ടല്ലോ, ഏതാണ് ഏറ്റവും നല്ല ബാച്ച്, ഏതിലാണ് നല്ല ക്വാളിറ്റി ഉണ്ടാവുക, ഏതിൽ പഠിച്ചാലാണ് JRF കിട്ടുക എന്നുള്ളത്. ബേസിക്കലി ഇത് 3ഉം JRF എന്നുള്ള അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു നെറ്റ് എക്സാം ക്വാളിഫൈ എന്നുള്ള മിഷനോട് കൂടിയിട്ടുള്ളതാണ്. പക്ഷേ ഓരോരുത്തർ ജോയിൻ ചെയ്യുന്ന ഓരോരോ ടൈം ഫ്രെയിം വ്യത്യാസമായിരിക്കും. ഇപ്പോൾ നമുക്കൊരു നോർമലി ഈ എക്സാം 6 മന്തിലാണ് ഉണ്ടാവുന്നത് എന്നുള്ളതുകൊണ്ട് നമ്മുടെ ഒരു പ്രീമിയം മെയിൻ ബാച്ച് എന്ന് പറയുന്നത് ഒരു 6 മന്ത് ഡ്യൂറേഷനുള്ള മാച്ചാണ്. അതാണ് ശരിക്കും മിഷൻ JRF എന്ന് പറയുന്നത്. അപ്പോൾ ഫാസ്റ്റ് ട്രാക്ക് അല്ലെങ്കിൽ അടുത്തൊരു JRF ട്രാക്ക് എന്ന് പറയുമ്പോൾ അറൗണ്ട് 3 മന്ത് ഡ്യൂറേഷനാണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ടൈമിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടാവും. നമ്മൾ കൊടുക്കുന്ന ക്വാളിറ്റിയിൽ ഒരു വ്യത്യാസം ഒരിക്കലും വരുന്നില്ല. പക്ഷേ ഒരു ടൈമിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളുടെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ടാവാം. ഓക്കെ, ഇത്ര മണിക്കൂറുകൾ ക്ലാസ്സുകൾ ലൈവ് കൊടുക്കുന്ന ലിമിറ്റേഷൻസ് ഉണ്ടാവാം. അപ്പോൾ ബേസിക്കലി എല്ലാം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു എക്സാം ക്വാളിഫൈ ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ട് തന്നെയാണ്. എല്ലാ ബാച്ചുകളിൽ നിന്നും ഐഫറിന് ഒരുപാട് റിസൾട്ടുകൾ ഉണ്ടാവാറുണ്ട്. ബട്ട് നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളൊരു വളരെ സീരിയസ് ആയിട്ട് പ്രിപ്പറേഷൻ എത്രയും നേരത്തെ തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ യു ബി എ പാർട്ട് ഓഫ് മിഷൻ JRF. because that's a complete system. Mission JRF. അതൊരു 6 monthsന്റെ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള കംപ്ലീറ്റ് A to Z നമ്മൾ ചെയ്യുന്നതാണ്. ഓരോ ടൈം കഴിഞ്ഞിട്ട് അവർക്ക് പഠിക്കാൻ സമയം കൊടുക്കുന്നത്, കൂടുതൽ റിവിഷൻ നടക്കുന്നത്. അടുത്ത ബാച്ച് ആകുമ്പോൾ അത്ര റിവിഷൻ നടക്കണം എന്നില്ല. ദ റീസൺ ഈസ്
ടൈം ഇല്ല എന്നുള്ളതുകൊണ്ടാണ്. അല്ലാതെ ഇവരൊരു മനഃപൂർവ്വം കുറക്കാൻ, കാരണം ഏത് പോയിന്റിലാണ് ഇവർ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനനുസരിച്ച് നമുക്കൊരു സ്ട്രാറ്റജൈസ്ഡ് പ്രിപ്പറേഷൻ ഉണ്ടായിരിക്കണം. സോ ഇറ്റ്സ് അബൌട്ട് ദ ടൈം ദ സ്റ്റാർട്ട് പ്രിപ്പറേഷൻ. അതിനപ്പുറത്തേക്ക് നത്തിങ് ഡിഫറൻസ് ഇൻ ദ ക്വാളിറ്റി. ഇപ്പം ലേണിംഗ് എന്ന് പറയുന്ന ഒരു വലിയ പ്രോസസ്സാണ്. ഇതിൽ എങ്ങനെയാണ് ഓരോ കുട്ടീനെയും ഐഫർ എങ്ങനെയാണ് ആ ഒരു പ്രോഗ്രസ് അസസ് ചെയ്യുന്നത്? എങ്ങനെയാണ് ഇതിൽ ഓരോ കുട്ടികളുടെയും പഠന രീതി ഡിഫറൻസ് ആയിരിക്കും, അവരുടെ ഒരു ബേസും ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, മനസ്സിലായി. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ചില ക്ലാസ്സിലൊക്കെ കുട്ടികൾ പറയും ഇതിൻ്റെ ബേസ് എന്താണെന്ന് ചോദിക്കും. ചില ക്ലാസ്സിൽ കുട്ടികൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ പറയും സാറേ അടുത്തേക്ക് പോവാം, ഇത് മനസ്സിലായി എന്ന് പറയും. അപ്പോൾ നമ്മൾ ഏറ്റവും ഇപ്പോൾ നേരത്തെ ജെസ്സി സാറൊക്കെ പറഞ്ഞ പോലെ ഒരു പേഴ്സണലൈസ്ഡ്, ആ പേഴ്സണലൈസ്ഡിലെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ എക്സിസ്റ്റിംഗ് സ്റ്റാറ്റസ് അനുസരിച്ച് ഉള്ള ഒരു ഗൈഡൻസ് കൊടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിന് നമ്മൾ ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ, നമ്മൾ ഒരുപാട് സിസ്റ്റംസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമുക്കൊരു പ്രോഗ്രസ് ട്രാക്കിംഗ് സിസ്റ്റം ഉണ്ട്. പ്രോഗ്രസ് ട്രാക്കിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സാമുകളിലൊക്കെ ഇവർ എത്രത്തോളം സബ്ജക്റ്റുകൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവർ പലപ്പോഴും കുട്ടികളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുട്ടികളുടെ വിചാരം അവർക്ക് ടഫ് ഒരു സബ്ജക്റ്റ് ആണെന്നായിരിക്കും, പക്ഷെ ശരിക്കും അതാവില്ല, ഒരു നോഷനിലായിരിക്കും ഉണ്ടാവും, അതിനൊരു ഡേറ്റാ ബേസ്ഡ് ആയിരിക്കില്ല അവർ പറയുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അവർ കംപ്ലീറ്റ് ടോപ്പിക്കുകൾ പഠിക്കുന്നു, അതുപോലെ തന്നെ കംപ്ലീറ്റ് ടോപ്പിക്കുകൾ അവർ റിവൈസ് ചെയ്യുന്നു പോലെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി നമ്മുടേതായ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി ഉണ്ട്. അവർ പഠിച്ചത്, അവർക്ക് എവിടെയാണ് അതിൻ്റെ ക്ലാസ് ലഭിക്കുക, അവർ അതിൻ്റെ റിവിഷൻ കഴിഞ്ഞോ, വെദർ ദേ ഹാവ് എനി കൺഫ്യൂഷൻസ് എന്നുള്ള രീതിയിലൊക്കെയുള്ള അങ്ങനെ ഡിഫറെൻറ്റ് സിസ്റ്റംസ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ഈ ഒരു പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവർ ചെയ്ത ടെസ്റ്റുകളെ കുറിച്ച് അവർക്കൊരു ഐഡിയ ഉണ്ടായിരിക്കും, അവർ കണ്ട വീഡിയോസിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരിക്കും, അതിനെക്കുറിച്ച് നമുക്കും ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കും. സോ ബേസിക്കലി നമുക്ക് ടെക്നോളജി എല്ലാം യൂസ് ചെയ്തിട്ട് നമ്മൾ എത്രത്തോളമാണ് നമ്മൾ എത്തിയിട്ടുള്ളത്, ആ കുട്ടി എത്തിയിട്ടുള്ളത്. ഇനി അതായത് ബേസിക്കലി നമ്മൾ പറയല്ലോ ഇറ്റ്സ് സംതിങ് ലൈക്ക് എ ഗൂഗിൾ മാപ്പ്. എവിടെയാണ് ആ കുട്ടി എത്തിയിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടും. ഇറ്റ്സ് ആ ക്ലാരിറ്റിക്ക് അനുസരിച്ച് നമ്മൾ ഏത് ബൈക്കാണ് പോകേണ്ടത്. അവർ കുറച്ച് ലേറ്റ് ആണെങ്കിൽ ദേ മേ ഹാവ് എ ഷോർട്ട് കട്ട്, ഓക്കെ, ദേ മേ ഹാവ് ടു ടേക്ക് എ യു ടേൺ ആൻഡ് കം ബാക്ക്. അപ്പോൾ അത് മനസ്സിലാക്കാനുള്ള ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോമുകളുണ്ട്. ദിസ് ഈസ് വൺ ഓഫ് ദ മെനി ഐ തിങ്ക്. ഈ ഒരു പ്രോഗ്രസ് ഇത് കാണേണ്ട തന്നെയാണ് കേട്ടോ. ഇവരുടെ ഒരു റിപ്പോർട്ട്, പ്രോഗ്രസ് റിപ്പോർട്ടിൽ ബിഹേവിയറിസം, അതുപോലെ തന്നെ ഒരുപാട് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് സൈക്കോളജി, ഡേറ്റ കളക്ഷൻ ആൻഡ് അനാലിസിസ്, കൂടാതെ ബയോളജിക്കൽ ബേസിസ് ഓഫ് ബിഹേവിയർ, അതിൽ തന്നെ വിഷ്വൽ സിസ്റ്റം, വിഷ്വൽ പാത്വേ, അങ്ങനെ ഒരുപാട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരാളുടെ ബയോഡേറ്റ എടുക്കണമെങ്കിൽ ഇത് എടുത്താൽ മതി, ഐഫറിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട്. ഇത് നമ്മൾ ഓരോ സബ്ജക്ട് സ്പെസിഫിക് സിലബസിനനുസരിച്ച് ഇങ്ങനെ ഫോർമുലേറ്റ് ചെയ്യുന്നതാണ്. ഇതിപ്പോൾ സൈക്കോളജി ആയതുകൊണ്ട് സൈക്കോളജിക്കൽ കമ്പണന്റ് വരും. അപ്പോൾ അതിനനുസരിച്ച് നമ്മളിങ്ങനെ ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് ഉണ്ടാക്കിയത്. അതുപോലെ തന്നെയാണ് സാർ, എങ്ങനെയാണ് ഈ ഐഫറിന്റെ പ്രാക്ടീസ്, ഒരു റിസോഴ്സ് ആംഗിൾ എങ്ങനെയായിരിക്കും നമുക്ക് ഡീറ്റെയിൽ ചെയ്യാൻ പറ്റുക? അതായത് ഓൺലൈൻ പരീക്ഷകളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പഠിക്കുക എന്നുള്ളത്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, സ്റ്റഡി ഈസ് എ സയൻസ് ആൻഡ് റൈറ്റിംഗ് എക്സാം ഈസ് എൻ ആർട്ട്. സോ ആസ് ടു ക്വാളിഫൈ എൻ എക്സാം യു ഷുഡ് ബി എ സയൻറ്റിഫിക് ആർട്ടിസ്റ്റ് എന്ന് പറയാറുണ്ട്. അതായത് പഠിക്കുക എന്നുള്ളത് നോർമൽ പ്രോസസ്സാണ്. പുസ്തകം എടുക്കുന്നു, വായിക്കുന്നു, അത് ചിലപ്പോൾ ഡിജിറ്റൽ ആയിരിക്കാം, വായിക്കുന്നു, പക്ഷെ പരീക്ഷ എഴുതുക എന്നുള്ളത് ഇറ്റ്സ് എ സ്കിൽ ലൈക്ക് ഡ്രൈവിംഗ്. അപ്പോൾ ഡ്രൈവിംഗ് എങ്ങനെ നമ്മൾ എക്സ്പേർട്ട് സ്കില്ലാവുകയെന്ന് വെച്ചാൽ ബേസിക്കലി ഇത്രയേ ഉള്ളൂ, നമ്മൾ പറ്റാവുന്നത്ര ഡ്രൈവ് ചെയ്യും. നമുക്കൊരിക്കലും ഡ്രൈവിംഗ് എക്സ്പേർട്ട് ചെയ്യാൻ വി ഡോണ്ട് ഹാവ് എനി അതർ ഓപ്ഷൻ, ഡ്രൈവ് ആസ് മച്ച് ആസ് യു ക്യാൻ. അപ്പോൾ ഓൺലൈൻ എക്സാമുകളിൽ എക്സ്പേർട്ട് ആവാനുള്ള ഒരേ ഒരു സൊല്യൂഷൻ, അറ്റൻഡ് ആസ് മച്ച് എക്സാം ഇറ്റ്സ് പോസിബിൾ. അപ്പം അതിന് ഐഫർ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഓൾമോസ്റ്റ് 2012 തൊട്ടിട്ട് ഈ UGC നെറ്റിന് ഇതുവരെ നടന്നിട്ടുള്ള കംപ്ലീറ്റ് എക്സാമുകളുടെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതിൻ്റെ എക്സ്പ്ലനേഷൻ, അതിൻ്റെ ആൻസേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നമ്മുടെ സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കേവലം ക്വസ്റ്റ്യൻസ് മാത്രമല്ല, അതിലെ കാറ്റഗറൈസ്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോരോ സബ്ജക്റ്റിന് ഓരോരോ ടോപ്പിക്കുകൾ ഉണ്ടാവും. അപ്പോൾ കുട്ടികൾക്ക് പലപ്പോഴും മിക്സ്ഡ് ആയിട്ട് പഠിക്കുന്നത് കൊണ്ട് അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അവർക്ക് കാറ്റഗറൈസ്ഡ് ആയിട്ടും പഠിക്കാം, ജനറൽ ആയിട്ടും പഠിക്കാം. സോ 10,000+ ക്വസ്റ്റ്യൻസ് ഒക്കെ ഓവറോൾ പേപ്പർ 1 പേപ്പർ 2 നമുക്ക് അവൈലബിൾ ആണ്. അതായത് അതിനപ്പുറത്തേക്ക് ഒരു എക്സ്പീരിയൻസ് കിട്ടാനില്ല. വേറൊരാൾക്കും നമ്മൾ കൊടുക്കുന്ന ഇതിനേക്കാളേറെ ക്വസ്റ്റ്യൻ കൊടുക്കാൻ പറ്റില്ല എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും. നമ്മൾ കൊടുക്കുന്ന അത്ര കൊടുക്കാൻ പറ്റുമായിരിക്കും, കാരണം നമ്മൾ പറ്റാവുന്ന അത്ര കൊടുക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്കില്ല, മനസ്സിലായി. അത്രയ്ക്ക് നമ്മൾ അവർക്ക് ക്വസ്റ്റ്യൻ കൊടുക്കുന്നത്, അത് ആവശ്യമുള്ളവർ ആവശ്യമുള്ളതുപോലെ ചെയ്യുക എന്നുള്ളതാണ്. ക്ലാസ്സുകൾ അങ്ങനെ കൊടുക്കുന്നുണ്ട്, ഡിസ്കഷൻസ് കൊടുക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോർമലി റെക്കോർഡഡ് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്, ലൈവുകൾ കൊടുക്കുന്നുണ്ട്. ചില ആളുകൾക്ക് ഇതിനപ്പുറത്തേക്ക് പഠിക്കേണ്ടി വരും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡിസ്കഷൻ ക്ലബ്സ് ഉണ്ട്. റൗണ്ട് ദ ക്ലോക്ക് ഒക്കെ രാത്രി 10 മണിക്ക് 12 മണിക്ക്, രാവിലെ നമ്മൾ 5 മണിക്കൊക്കെ തുടങ്ങുന്ന JRF ക്ലബ് ഉണ്ട്. തുടർച്ചയായിട്ട് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് 1-2 മാസവും എല്ലാ ദിവസവും, ബേസിക്കലി ഇപ്രാവശ്യം കൂടുതൽ ക്ലാസ് ഞാനായിരുന്നു എടുത്തിരുന്നത്, ഓക്കെ, ബീങ് ദ അക്കാഡമിക് ക്ലാസ് ഹെഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ 5 മണി മുതൽ 6:30 വരെ റെഗുലറായിട്ട് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ആവശ്യമുള്ള ആളുകൾക്ക് അവരുടേതായ ടൈമിൽ അവർക്കായിട്ട് പഠിക്കാനുള്ള ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ട്, മാക്സിമം എക്സാംസ് കൊടുക്കുന്നുണ്ട്, മോക്ക് ടെസ്റ്റുകൾ കൊടുക്കുന്നുണ്ട്,
ഒറിജിനൽ എക്സാമിൻ്റെ അതേ എക്സ്പീരിയൻസ് കൊടുക്കുന്ന മെഗാ മോക്ക് ടെസ്റ്റുകൾ, ARF എയ്ഫർ റിസർച്ച് ഫെലോഷിപ്പ്, എയ്ഫർ സ്വന്തമായിട്ടൊരു ഫെലോഷിപ്പ് പോലും കൊടുക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഈ സിലബസ് ചേഞ്ച് എങ്ങനെയാണ് എയ്ഫറും സിലബസ് ചേഞ്ചുമായിട്ട് എങ്ങനെ നമുക്ക് കോറിലേറ്റ് ചെയ്യാൻ പറ്റും സർ? അതായത് പുതിയ NEP-യുടെ ഭാഗമായിട്ട്, ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് ഒരു ഫാക്ച്വൽ മെത്തേഡിൽ നിന്ന് ഒരു കോൺസെപ്ച്വൽ അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് മെത്തേഡിലേക്ക് എക്സാമുകളൊക്കെ മാറുമെന്ന് UGC ചെയർമാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് കുറച്ചുകൂടി ക്രിട്ടിക്കൽ തിങ്കിങ്, കോംപ്രിഹെൻഷൻ, ഓക്കെ, അതുപോലെയുള്ള ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ സബ്ജക്റ്റ് ആയിരിക്കും ഇനി അസസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് UGC നെറ്റിൻ്റെയും സിലബസ് മാറുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്, UGC പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബേസിക്കലി അത് ഒഫീഷ്യലി അനൗൺസ് ചെയ്യപ്പെട്ടിട്ടില്ല, ഒഫീഷ്യലാണ്. അപ്പോൾ ബേസിക്കലി എയ്ഫർ അതിന് റെഡിയാണ്. കാരണം നമുക്കൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. സിലബസ് ചേഞ്ച് മെയിനായിട്ട് വരിക ഒരുപാട് ടോപ്പിക്കുകൾ റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ ആഡ് ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് എക്സാമിൻ്റെ പാറ്റേണിൽ വരുന്നൊരു മാറ്റമായിരിക്കും. ഒരു റോട്ട് ലേണിംഗ്, ഒരു ഫാക്ച്വൽ ലേണിങ്ങിൽ നിന്ന് മാറിയിട്ട് ഒരു കോൺസെപ്ച്വൽ ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ്, ക്രിട്ടിക്കൽ തിങ്കിങ് പോലെയുള്ള കൊണ്ട് നമ്മളിപ്പോഴും അതേ ലെവലിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും അവൈലബിൾ സിലബസ് വെച്ചിട്ട്. സോ ഡെഫിനറ്റ്ലി എയ്ഫർ റെഡിയാണ്, എയ്ഫർ സൂപ്പർ റെഡിയാണ്, സൂപ്പർ എക്സൈറ്റഡ് ആണ് ആൻഡ് വെയിറ്റിംഗ് ഫോർ ദ ന്യൂ സിലബസ്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ ഒരു അഡൽട്ട് ലേണിംഗ് ആണ് ഇവിടെ നടക്കുന്നത്, കൂടുതൽ അഡൽട്ട്സ് ആണ് വരുന്നത്. പക്ഷെ പല ഏജ് ഗ്രൂപ്പിലുള്ള പല സെക്ടേഴ്സ് നിന്ന് വരുന്നവരായിരിക്കും. അവരെങ്ങനെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്? അതാണ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് അഡൽട്സിനെ സംബന്ധിച്ചിടത്തോളം സെൽഫ് ഡിറ്റർമിൻഡ് ആണെങ്കിലും അവരെ തടയുന്നത് ഒരുപാട് അവരുടെ പേഴ്സണലൈസ്ഡ് ഇഷ്യൂസ് ആയിരിക്കും. എന്നാൽ താഴേക്ക് പോകുന്നതിനനുസരിച്ച് അവരുടെ ഡിറ്റർമിനേഷൻ, മോട്ടിവേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബാധിക്കും. പിന്നെ അവരുടേതായിട്ടുള്ള പേഴ്സണൽ എൻവയോൺമെൻറ്റിലുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ ആ ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം കൃത്യമായിട്ട് അവർ അസസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ ഏജ് ഗ്രൂപ്പിനനുസരിച്ച് എന്താണോ കൊടുക്കേണ്ടത് എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ഡാറ്റയും നമുക്ക് കിട്ടും. അഥവാ ഇനീഷ്യലി കുട്ടികൾ എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ ഇനീഷ്യൽ അസസ്മെൻറ്റിന് സൈക്കോളജിസ്റ്റുകളടക്കം അവർ റെഡിയാണ്. ആ അസസ്മെൻറ്റിലൂടെ ഓരോരുത്തരുടെയും പാറ്റേൺ എന്താണ്, ഇവൻ ലേണിംഗ് സ്റ്റൈൽ എന്താണ്, ഇവൻ അവരേറ്റവും എനർജറ്റിക്കലി പഠിക്കാൻ അവരെ കൊണ്ട് കഴിയുന്നൊരു സമയം എന്താണെന്ന് അവർ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടാവില്ല, നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവർക്ക് രസകരമായിട്ട് അല്ലെങ്കിൽ അതിനെ എൻജോയ് ചെയ്തിട്ട് തന്നെ പഠിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അവരെ പേഴ്സണലി അസസ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ ഓരോ ഗ്രൂപ്പുകളും ഉണ്ടാവും, ക്രൈറ്റീരിയക്ക് അനുസരിച്ച് ഓരോരുത്തരുടെ നീഡിനനുസരിച്ചുള്ള ഗ്രൂപ്പുകൾ, പിയർ ഗ്രൂപ്പുകൾ. അപ്പോൾ അവിടെയൊക്കെ കൊടുക്കേണ്ട ഇപ്പോൾ പുറത്തുനിന്നാണെങ്കിലും എക്സലൻ്റ് ആയിട്ടുള്ള ട്രെയിനേഴ്സിനെ കൊണ്ടുവന്നിട്ട് സ്ട്രെസ് മാനേജ്മെൻറ്റിൽ, ടൈം മാനേജ്മെൻറ്റിലും ഒക്കെ അവർക്ക് സെഷൻസ് ഉണ്ടാവും. കൂടെ ഈ പേഴ്സണൽ മെൻറ്ററിങ്ങും കൂടി വരുമ്പോൾ നമുക്ക് ഓരോ ഏജ് ഗ്രൂപ്പിനനുസരിച്ചും അവരുടെ നീഡ് അനുസരിച്ച് കൊടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആ എക്സാമിലേക്ക് മാത്രമല്ല അവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ലേണിംഗ് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഹാപ്പിനെസ് എന്നുള്ളതിനേക്കാളൊക്കെ അപ്പുറത്ത് നമ്മൾ മൊത്തത്തിലുള്ള നമ്മുടെ ഒരു ഇമോഷണൽ വെൽബീയിങ് എന്നൊക്കെ പറയുമ്പോഴും അതിൽ കൃത്യമായിട്ട് അസസ് ചെയ്ത് അവരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് നമ്മളുടെ ഇമോഷണൽ കാര്യങ്ങളിൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ വെൽബീയിങ്ങിലൊരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും വേണ്ട ഒരു ഇൻസൈറ്റാണ്. എനിക്ക് ഇന്ന ഏരിയാസിലാണ് എന്നെ ബാധിക്കുന്നത്, എൻ്റെ പെർഫോമൻസിന് ഇന്ന കാര്യങ്ങളാണ് ബാധിക്കുന്നത്. അത് ഇതിലൂടെ കടന്നവർക്ക് അവർ ആ ഇൻസൈറ്റ് കൂടി കിട്ടുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് ഇത് കഴിഞ്ഞിട്ടും പിന്നീട് അങ്ങോട്ടും ലൈഫ് ലോങ് അവരിലേക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എവിടുന്നാണോ അവരുടെ ഒരു ഏജ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ മുതലേ നമുക്കിത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് വലിയൊരു ആ കൾച്ചറിലേക്ക് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ കോമ്പറ്റേറ്റീവ് എക്സാമിന് അപ്പുറത്തേക്കും. അതാണ് അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ്. പിന്നെ ഇനി അടുത്തൊരു മിഷൻ എയ്ഫറിൻ്റെ എന്ന് പറയുന്നത് റിസൾട്ട് തന്നെയാണ്. അതിലേക്ക് എയ്ഫർ എത്രത്തോളം സെറ്റായി കഴിഞ്ഞു, അതിനുവേണ്ടി എത്ര എക്യൂബ്ഡ് ആയി കഴിഞ്ഞു? അതായത് ആസ് ഓഫ് നൗ നമ്മൾ 1500-ലധികം റിസൾട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവസാനത്തെ എക്സാമിന് നമ്മൾ അറൗണ്ട് 486ഓളം. ഇപ്പോൾ നമ്മൾ അടുത്ത എക്സാമിന്, അതായത് ജൂണിൽ പ്രതീക്ഷിക്കുന്ന എക്സാമിനുള്ള പ്ലാനിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. നമ്മളൊരു 750 to 1000 ഒക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്, വളരെ അംബീഷ്യസ് ആയിട്ട്. കാരണം എയ്ഫറിന് കോമ്പീറ്റ് ചെയ്യാനുള്ളത് എയ്ഫറിനോട് തന്നെയാണ്. ഓക്കെ, കാരണം അവർ കോമ്പറ്റീറ്റേഴ്സ് ആർ നോവർ നിയർ അസ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് എക്സാമിന് 750, then 1000, ഓവറോൾ 1500 എന്നുള്ളത് ഒരു പാൻ ഇന്ത്യ ലെവലിൽ പോയിട്ട് 5000, 10,000 എന്നുള്ള ലെവലിലൊക്കെയാണ് എയ്ഫർ ഗ്രോ ചെയ്യാൻ ഉള്ള പ്ലാനുകൾ പോകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊടുത്ത ഫെസിലിറ്റീസ് ആണോ എയ്ഫർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലുമല്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത അതേ ഫെസിലിറ്റീസ് കൊടുത്താൽ കഴിഞ്ഞ പ്രാവശ്യത്തെ റിസൾട്ടേ കിട്ടുള്ളൂ. നമ്മളെപ്പോഴും കുട്ടികളോട് പറയാറുണ്ട്, ദ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് ഓഫ് ദിസ് ജനറേഷൻ ഈസ് ദ എക്സ്പെക്ട് എ ന്യൂ റിസൾട്ട് ആഫ്റ്റർ ഗിവിങ് ദ സെയിം എഫേർട്ട് അഗൈൻ ആൻഡ് അഗൈൻ.
കഴിഞ്ഞ പ്രാവശ്യത്തെ അതേ സിസ്റ്റം നമ്മൾ കൊടുക്കുന്ന ഇപ്രാവശ്യം അതേ റിസൾട്ടേ കിട്ടുള്ളൂ. സോ നമ്മുടെ സിസ്റ്റം തന്നെ ഇവോൾവ് ഡെഫിനറ്റ്ലി അതിലെ ഹൈലി ഇമോട്ടക് ആസ്പെക്റ്റ് ആയിട്ടുള്ള ഹൈലി പോസിറ്റീവ് ഉള്ളതൊക്കെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ബിയോണ്ട് ദാറ്റ് വി ആർ ഇൻട്രൊഡ്യൂസിങ് എ ലോട്ട് ഓഫ് ന്യൂ സിസ്റ്റം ഓൾസോ. എന്നാൽ മാത്രമേ നമുക്ക് കൂടുതൽ റിസൾട്ടുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. വിച്ച് മീൻസ് നമ്മളെപ്പോഴും ഹേർഡ് മെലഡീസ് ആർ സ്വീറ്റ്, ദോസ് അൺഹേർഡ് ആർ സ്വീറ്റ് എന്ന് പറയുന്ന പോലെ കുട്ടികൾ എക്സ്പീരിയൻസ് ചെയ്ത ഓക്കെ എയ്ഫർ വാസ് ഓഫ് എ വണ്ടർഫുൾ ബട്ട് the effort they are waiting to experience is more wonderful okay എന്നുള്ള രീതിയിലാണ് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ വി ആർ സൂപ്പർ എക്സൈറ്റഡ് ഫോർ ദാറ്റ് ബിക്കോസ് ഈ ഇയറിലാണ് നമ്മളൊരു പാൻ ഇന്ത്യൻ ലെവലിലെ ഒരു മേജർ പ്ലെയർ ആവാനുള്ള ഒരു ഇൻട്രൊഡക്ഷനിലേക്ക് ശ്രമത്തിലേക്ക് പോകുന്നു. സോ വി ആർ സൂപ്പർ എക്സൈറ്റഡ് ആൻഡ് സൂപ്പർ വെയിറ്റിംഗ് ഫോർ ദാറ്റ്. അതുപോലെ തന്നെ സാർ ഈ ഐഫറിന്റെ പെർക്സ് കൂടുതൽ ഇനിഷ്യേറ്റീവ്സ് ഇതെങ്ങനെയാണ് സാർ ഇവാലുവേറ്റ് ചെയ്യുന്നത്? അതായത് ഇമോട്ടക്കിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒരുപാട് പുതിയ ഇനീഷ്യേറ്റീവ്സ് ഉണ്ട്. ആക്ച്വലി ഇമോട്ടക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരുപാട് ഇനീഷ്യേറ്റീവ്സിനെ നമ്മൾ ഹോളിസ്റ്റിക് ആയിട്ട് വിളിക്കുന്നതാണ് ഇമോട്ടക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ 2 കാര്യങ്ങളാണ് പറഞ്ഞ പോലെ എയ്ഫർ പെർക്ക്, എയ്ഫർ നെക്സ്റ്റ് എന്നുള്ളത്. അപ്പോൾ പെർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ ഈ ഒരു എക്സാം ക്വാളിഫൈ ചെയ്യുന്നതിൽ കോണ്ടന്റിനപ്പുറത്തേക്ക് സ്റ്റുഡൻറ്റിന് കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് ഏറ്റവും കീ ആയിട്ടുള്ള ക്രൂഷ്യൽ ആയിട്ടുള്ള ആസ്പെക്റ്റ് ആണ്. അപ്പോൾ സ്റ്റുഡൻറ്റ് മോട്ടിവേറ്റഡ് ആണ്, കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നു എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് പെർക്ക്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് റെഗുലറായിട്ട് സ്റ്റുഡൻസിനെ കോണ്ടാക്ട് ചെയ്യുന്ന സിസ്റ്റംസ് ഉണ്ട്, റെഗുലറായിട്ടുള്ള പോഡ്കാസ്റ്റുകളുണ്ട്, സ്റ്റുഡൻസിൻ്റെ മീറ്റിങ്ങുകളുണ്ട്, പ്രിപ്പറേഷൻ അനാലിസിസ് മീറ്റിങ്ങുകളുണ്ട്, സ്റ്റുഡൻസിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റുഡൻറ്റ് സക്സസ് കോർഡിനേറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റുഡൻസിൻ്റെ കൂടെ സക്സസ്സിന് ഗൈഡ് ചെയ്യുന്ന ഒരു സിസ്റ്റമുണ്ട്. അപ്പോൾ എക്സിസ്റ്റിംഗ് ആസ്പെക്റ്റിൽ അക്കാഡമിക് കോണ്ടൻറ്റുമായിട്ട് ഇവർക്ക് റിലേഷൻഷിപ്പില്ല. ഈ അക്കാഡമിക് കോണ്ടൻറ്റ് കൺസ്യൂം ചെയ്യാൻ അല്ലെങ്കിൽ അത് ഹെൽത്തി ആയിട്ട് എടുക്കാൻ, പഠിക്കാൻ, ഓർത്തെടുക്കാനുള്ള ഒരു ഹെൽത്തി മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ആസ്പെക്റ്റിലാണ് ഈ സ്റ്റുഡൻ്റ് ഉള്ളത് എന്ന് ഉറപ്പുവരുത്താനുള്ള സ്റ്റുഡൻറ്റിൻ്റെ ഒരു സപ്ലിമെൻ്റ് ആണ് പെർക്ക് എന്ന് പറയുന്നത്. അതുപോലെയുള്ളൊരു ആസ്പെക്റ്റാണ് ഐഫർ നെക്സ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരുപാട് ആളുകൾ നെറ്റ് ക്വാളിഫൈ ചെയ്യുന്നുണ്ട്, JRF ക്വാളിഫൈ ചെയ്യുന്നുണ്ട്. ഇതിൽ പല ആളുകൾക്കും നെറ്റ് ക്വാളിഫൈ ചെയ്താൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആവാം എന്നറിയാം, കോളേജ് ടീച്ചർ ആവാം, അതുപോലെ തന്നെ PhD ചെയ്യാം എന്നറിയാം. പക്ഷേ അതിൻ്റെ സ്റ്റെപ്പുകൾ അറിയില്ല. എങ്ങനെയാണ് PhD കിട്ടുക, PhDക്ക് അടുത്ത സ്റ്റേജുകൾ എന്തൊക്കെയാണ്, അതിന് സിനോപ്സിസ്, കുറേ ടെക്നിക്കൽ ആസ്പെക്റ്റുകളൊക്കെ ഉണ്ട്. അപ്പം എയ്ഫർ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വൺസ് എ സ്റ്റുഡൻറ്റ് ഈസ് ഇൻ ടു ദ സിസ്റ്റം ഓഫ് എയ്ഫർ, ഇൻ ടു ദി ഇക്കോ സിസ്റ്റം, വൺസ് എൻ എയ്ഫറൈറ്റ് ഓൾവേസ് എൻ എയ്ഫറൈറ്റ്. ഓക്കെ, അവർ നെറ്റ് ക്വാളിഫൈ ചെയ്തു, JRF ക്വാളിഫൈ ചെയ്തു, ദ ലവ് സ്റ്റോറി ഡോണ്ട് എൻഡ്സ് ദെയർ. ഓക്കെ, അവിടെ നമ്മൾ അവസാനിക്കുന്നില്ല കഥ. മറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, നെറ്റ് കിട്ടിയ ഒരു കുട്ടികൾക്ക് സ്റ്റിൽ JRFന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ഹൗ ദ ഹാവ് ടു മൂവ് ഓൺ ടു JRF, അതിനെക്കുറിച്ചുള്ള പ്രോപ്പർ ഗൈഡൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ JRF കിട്ടിയ കുട്ടികൾക്ക് എങ്ങനെയാണ് PhD കിട്ടേണ്ടത്, നെറ്റ് കിട്ടിയ കുട്ടികൾക്കും അത് യൂസ് ചെയ്യാവുന്നതാണ്. PhD അഡ്മിഷൻ എങ്ങനെയാണ്, അതിൻ്റെ സിനോപ്സിസ് പ്രിപ്പറേഷൻ, ഗൈഡിനെ കണ്ടെത്തുക, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് പ്രോസസ്സുകളിൽ അങ്ങനെ അവരുടെ അക്കാഡമിക് ലൈഫിൽ, കാരണം നമ്മൾ മനസ്സിലാക്കുന്നു നെറ്റ് JRF എന്ന് പറയുന്നത് അക്കാഡമിക് ലൈഫിൽ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു മൈൽ സ്റ്റോൺ മാത്രമാണ്, ഒരു ഡെസ്റ്റിനേഷൻ അല്ല. ആ ഡെസ്റ്റിനേഷൻ എത്തുന്നത് വരെ അവരുടെ കൂടെ എയ്ഫർ ഉണ്ടായിരിക്കും. അതിന് വേണ്ടിയിട്ടുള്ള ഗൈഡൻസ്, സെഷൻസ്, ഇൻഫോർമേഷൻ, കരിയർ റിപ്പോർട്ടിംഗ്, അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ ബേസിക്കലി ഓവറോൾ വൺസ് എൻ എയ്ഫറേറ്റ് ഓൾവേസ് എൻ എയ്ഫറേറ്റ്. ഓക്കെ, ആ രീതിയിലാണ് നമ്മളിത് പ്ലാൻ ചെയ്യുന്നത്. അത്തരത്തിലുള്ളൊരു ഇനീഷ്യേറ്റീവാണ് എയ്ഫർ നെക്സ്റ്റ്, എയ്ഫർ പെർക്ക് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഐഫർ ഇപ്പോൾ പാൻ ഇന്ത്യൻ ലെവലിലേക്ക് മാറാനായിട്ട് പോവുകയാണ്. നേരത്തെയൊക്കെ സാറ് പറഞ്ഞതുപോലെ എത്ര വലിയ കപ്പലാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റിലേക്ക് എത്താനായിട്ട് കൃത്യമായിട്ട് ദിശാബോധമുള്ള ഒരു നാവിഗേഷൻ സിസ്റ്റം, ഒരു ക്യാപ്റ്റനൊക്കെ വേണം. അതെല്ലാം ആ ഒരു കംപ്ലീറ്റ് സിസ്റ്റം ഡേയുടെ എയ്ഫറിലുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരെയും ഇൻഡിവിജ്വലി നാവിഗേറ്റ് ചെയ്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലൊരു ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാനായിട്ട്, അച്ചീവ് ചെയ്യാനായിട്ട് എയ്ഫർ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. സോ മറക്കണ്ട, ഞാൻ എല്ലാവർക്കും, അതായത് നെറ്റ്, JRF തുടങ്ങിയ നമ്മുടെ ഇന്നുള്ള ഏറ്റവും ഹയർ എഡ്യൂക്കേഷൻ കോമ്പറ്റേറ്റീവ് എക്സാംസ് ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കുമുള്ള ദ വൺ ആൻഡ് ഓൺലി സൊല്യൂഷൻ വുഡ് ബി ഐഫർ എഡ്യൂക്കേഷൻ. താങ്ക് യു.